ഏപ്രിൽസ് ഗുഡ് സ്റ്റോറീസിലേക്ക് ഏവർക്കും സ്വാഗതം. ജോയ്സി എഴുതിയ ലഘു നോവൽ പാമ്പുകൾക്കും ആകാശമുണ്ട്. 1. സാധാരണ 7 മണിക്ക് മുൻപ് വർക്ക്ഷോപ്പ് പൂട്ടുന്നതാണ്. ഇന്നും പൂട്ടിയനെ. അപ്പോഴാണ് ഒരു എൻഫീൽഡ് ബുള്ളറ്റ് വന്നത്. 6:45. വേറെ ഏത് 2 വീലറാണെങ്കിലും പോയിട്ട് നാളെ വരാൻ പറയുന്നവനാണ് മാൻഡിൽ ശശി. പക്ഷേ ബുള്ളറ്റിനോട് ആ അവഗണന ഒരിക്കലും കാണിക്കാൻ ശശിക്ക് പറ്റില്ല. ജന്മനാ തന്നെ ഒരാദരവ് ശശിക്ക് അവനോടുണ്ട്. കാട്ടിലെ മൃഗങ്ങൾക്ക് നടുവിൽ സിംഹം എന്ന പോലെയാണ് മാൻഡിൽ ശശിക്ക് ബൈക്കുകളുടെ മഹാസമ്മേളനങ്ങൾക്കിടയിൽ റോയൽ എൻഫീൽഡ് ബുള്ളറ്റ്. റിപ്പയറിങ്ങിന് വന്ന ബൈക്കുകളെല്ലാം ഉന്തിത്തള്ളി വർക്ക്ഷോപ്പിൻ്റെ ചെറിയ ഷെഡിലേക്ക് കയറ്റിവെച്ച് സോപ്പും വെള്ളവും എടുത്ത് കൈ കഴുകാൻ തുടങ്ങുമ്പോഴാണ് ബുള്ളറ്റ് രാജാവിൻ്റെ വരവ്. ചെറിയ പ്രശ്നങ്ങളെയുള്ളൂ. സ്റ്റാർട്ടിംഗ് ട്രബിൾ. ശരി, ഇപ്പോൾ ശരിയാക്കി തരാം എന്ന മട്ടിൽ പിടിച്ച കേസാണ്. 7, 1:30, 8:30. പഠിച്ച പണി 18 പയറ്റി. സ്റ്റാർട്ടിംഗ് ട്രബിൾ തന്നെ. മുട്ടപ്പം വെള്ളം കയറി കിടക്കുന്ന റോഡിലൂടെ ഓടിച്ചു വന്ന വണ്ടിയാണ്. 8:30 മണിക്ക് മൊബൈലിൽ ഒരു കോൾ വന്നു. ശശി ഡിസ്പ്ലേ നോക്കി. നെത്തോലി ഷാജി. എന്താടാ? നീ എവിടെയാ? വർക്ക്ഷോപ്പിൽ. അടച്ചില്ലേ ഇതുവരെ? ഇല്ലടാ. അപ്പോഴാ ഒരു ബുള്ളറ്റ് വന്നത്. അടച്ചിട്ട് ഇറങ്ങടാ. 9 മണിക്ക് അടച്ചു പോകുവേ, പിന്നെ കിട്ടത്തില്ല. 9 മുൻപ് ഇറങ്ങും. അതോ ഞാൻ പോണോ? വേണ്ടടാ, ഞാൻ വാങ്ങിച്ചോണ്ട് വരാം. ഫുള്ള് വേണോ ലിറ്റർ വേണോ? ലിറ്റർ ആയിക്കോട്ടെ. എന്തിനാ കുറയ്ക്കുന്നേ? ഓക്കേടാ. കോൾ കട്ട് ചെയ്തിട്ട് മാൻഡിൽ ശശി ബൈക്കിൻ്റെ ഉടമയെ നോക്കി. ചേട്ടാ, ഇവൻ്റെ നവദ്വാരങ്ങളിൽ കൂടിയും വെള്ളം കയറിയിട്ടുണ്ട്. ചേട്ടൻ പോയിട്ട് നാളെ വാ. എനിക്ക് ഇപ്പം തന്നെ വേണമായിരുന്നല്ലോ. മണി 8:30 കഴിഞ്ഞു. സാധാരണ 6 മണിക്ക് അടയ്ക്കുന്നതാ. ഒന്നുകൂടെ നോക്കിയിട്ട്. ഞാൻ ഈ ക്ലാമ്പും വെച്ചോണ്ട് 2 മണിക്കൂറായി. ചേട്ടനും കണ്ടതല്ലേ. ഒന്ന് സ്റ്റാർട്ടാക്കി തന്നാൽ മതി. ഞാൻ കൊണ്ടുപോയിക്കോളാം. വഴിയിൽ നിന്നു പോകും ചേട്ടാ. തള്ളേണ്ടി വരും. തള്ളിക്കോളാം. ഒരു 50 രൂപ ഇങ്ങെടുക്ക്. ബൈക്ക് ശരിയായില്ലല്ലോ. ബൈക്ക് റിപ്പയർ ചെയ്ത് തരുമ്പോഴല്ലേ പൈസ തരേണ്ടത്. എടുത്തോണ്ട് പോടാ തൻ്റെ പുല്ല്. ബുള്ളറ്റിനോടുള്ള ബഹുമാനവും പോയി. അത് കൊണ്ടുവന്ന ആളിനോടുള്ള മതിപ്പും തീർന്നു. മാൻഡിൽ ശശി അങ്ങനെയാണ്. അവൻ അംഗഭംഗം വന്ന ബൈക്കുകളെ കൊണ്ട് നിറഞ്ഞ വർക്ക്ഷോപ്പ് അടച്ചു. എന്നിട്ട് തൻ്റെ പഴഞ്ചൻ ശകടത്തിൽ ചെന്ന് കയറി. അതിനിടയിൽ ആത്മഗതവും നടത്തി. 2 മണിക്കൂർ കടന്ന് ഗുണിച്ചത് വെറുതെ. ബുള്ളറ്റുകാരൻ ക്വിക്ക് സ്റ്റാർട്ടറുമായി ബലപരീക്ഷണം തുടങ്ങി. പഴയ മിലിറ്ററി വണ്ടിയാണ്. പിണങ്ങിയാൽ പിണങ്ങിയത് തന്നെ. അടിച്ചേട്ടാ അടി എന്ന് പറഞ്ഞിട്ട് മാൻഡിൽ ശശി ബൈക്ക് വിട്ടു പോന്നു. ബിവറേജസിൻ്റെ മുന്നിലെത്തിയപ്പോൾ ഭാഗ്യം. ക്യൂ ഇപ്പോഴും തീർന്നിട്ടില്ല. 9 ഇനിയും 2 മിനിറ്റും കൂടിയുണ്ട്. ശശി ക്യൂവിൽ കയറി നിൽക്കുമ്പോൾ പിന്നെയും മൊബൈൽ അടിച്ചു. നെത്തോലി ഷാജി തന്നെ. എടാ, ഞാൻ ക്യൂവിലാ. മേടിച്ചോണ്ട് വന്നേക്കാം. അതല്ലട മാൻഡിലെ, ഒരു പെണ്ണ്. പെണ്ണോ? നമ്മുടെ വട്ടോളി ശിവനില്ലേ, അവനൊരു പെണ്ണിനെ കൊണ്ടുവന്നിരിക്കുന്നു. എവിടുന്ന്? നമ്മുടെ കൂടാരത്തിലുണ്ടോ? ഉണ്ടെന്നേ. ഇന്ന് രാത്രി നമുക്കെല്ലാവർക്കും കൂടി അവളെ പീഡിപ്പിക്കാമെന്ന് അവൻ പറയുന്നേ. ദേഹമാകെ ഒരു തരിപ്പ്, ഒരു ഉണർവ്, ഒരു പേടിയും. റോഡെ അലഞ്ഞുതിരിഞ്ഞ് നടക്കുന്ന വല്ല ഭ്രാന്തിയുമാണോടാ? അല്ലാന്നേ. തൈക്കിളവിയാണോ? ചെറുപ്പം, വെറും കിളുന്ത്. കാണാൻ കൊള്ളാമോ? പൂവമ്പഴം. നീ കണ്ടോ? മാൻഡിലെ, നീ ഇങ്ങു വാ. വെടിച്ചില് ചരക്ക്. ഞാൻ ക്യൂവിലാ. എടാ, 2 മേടിച്ചോ. രാത്രി മുഴുവൻ മെനക്കെടണമെങ്കിൽ ഒരു ബലം വേണ്ടേ? ശശിക്ക് ധൃതിയായി. വട്ടോളി എവിടുന്നൊപ്പിച്ചു? ആരും കാണാതെയാണോ കൊണ്ടുവന്നത്? നാളെ പീഡനക്കേസിൽ പ്രതിയായി ജയിലിൽ കിടക്കേണ്ടി വരുമോ? അവർ ഇപ്പോൾ തന്നെ പീഡനം ആരംഭിച്ചു കാണുമോ? വട്ടോളി ശിവൻ ഒട്ടും ക്ഷമയില്ലാത്തവനാണ്. ഭക്ഷണം കണ്ടാൽ അപ്പോൾ തന്നെ കഴിക്കണം. മദ്യക്കുപ്പി കണ്ടാൽ അപ്പോൾ തന്നെ തുറക്കണം. ഒരു പെണ്ണിനോട് മാത്രമായി അവൻ ക്ഷമ കാണിക്കുമോ? ക്യൂവിൽ തൻ്റെ മുന്നിൽ നിൽക്കുന്ന 2 പേരോടും മാൻഡിൽ ശശിക്ക് ദേഷ്യം തോന്നി. ഇവനൊക്കെ പുറകിൽ നിന്നുകൂടെ? 2. എല്ലാവരും എന്നുവെച്ചാൽ പ്രസ് ഓടിക്കുന്ന അണ്ണാച്ചിയും പത്രം വാരിക്കെട്ടുകയും ഓഫീസ് ക്ലീൻ ചെയ്യുകയും ചായ വാങ്ങിക്കുകയും ചെയ്യുന്ന പയ്യനും പത്രാധിപർ കുര്യാക്കോസ് കോട്ടപ്പള്ളിയും എപ്പോഴേ പോയിക്കഴിഞ്ഞു. അന്തിവാനത്തിൻ്റെ സ്വന്തം ലേഖകനും പ്രത്യേക ലേഖകനും സ്റ്റാഫ് റിപ്പോർട്ടറും എല്ലാമായ ആൻഡോ ആനപ്പാറ മാത്രമേ ഇടിഞ്ഞു പൊളിഞ്ഞു വീഴാറായ ആ പഴയ കെട്ടിടത്തിൻ്റെ കുടുസുമുറിയിലുള്ളൂ. നാളത്തേക്ക് ചില ഐറ്റംസ് തയ്യാറാക്കി വയ്ക്കുകയാണ് ആൻഡോ ആനപ്പാറ. അപ്പോഴാണ് മൊബൈൽ ഫോൺ ശബ്ദിച്ചത്. അയാൾ കോൾ അറ്റൻഡ് ചെയ്തു. ഹലോ.
ആൻഡോ ആനപ്പാറയാണോ? അതെ, നിങ്ങൾ ആരാണ്? ഞാൻ ആരാണെന്നോ? പന്ന നായിൻ്റെ മോനെ, ഞാൻ ആരാണെന്ന് നിനക്കറിയണം അല്ലേടാ? ചോദിച്ച പണം തന്നില്ലെങ്കിൽ നിന്റെ തുക്കട അന്തിപ്പത്രത്തിൽ നീ മാന്യന്മാരെപ്പറ്റി മോശമായിട്ടെഴുതും അല്ലേട ചെറ്റെ. നിന്റെ കൈയും കാലും തല്ലിയൊടിച്ച് ഓടയിലെറിയുമിട പട്ടിയുടെ മോനെ. തുടർന്ന് തെറിയുടെ മാലപ്പടക്കമായതിനാൽ ആൻഡോ കോൾ കട്ട് ചെയ്ത് നിസ്സംഗതയോടെ ഫോൺ മാറ്റിവെച്ചു. എന്നിട്ട് തെല്ലുറക്കെ ആത്മഗതം ചെയ്തു. ആരാ പോലും വിളിച്ചത്? ഏത് കേസായിരിക്കും? അപ്പോഴേക്കും മറ്റൊരു കോൾ വന്നു. ആദ്യം വിളിച്ചവൻ തന്നെയാണോ എന്ന് നോക്കിയിട്ട് ആൻഡോ കോൾ അറ്റൻഡ് ചെയ്തു. ഹലോ, ആൻഡോ ആനപ്പാറയാണോ? അതെയല്ലോ, നിങ്ങളാരാ? ഞാൻ സിബി വർഗീസ്. നമ്മൾ തമ്മിൽ രാവിലെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഉച്ചയ്ക്ക് വിളിച്ചപ്പം സാറ് ഫോൺ എടുത്തില്ലല്ലോ. ഞാനപ്പോൾ ക്ലാസ്സിലായിരുന്നു. സാറ് ക്ലാസ്സിലൊക്കെ പോകാറുണ്ട് അല്ലേ? ആൻഡോ, വിളിച്ചതെന്തിനാണെന്ന് തെളിച്ചു പറഞ്ഞില്ല. ഞാൻ വിചാരിച്ച സാറിനെ ഇപ്പം ഭയങ്കരമായിട്ട് നാറ്റിക്കാൻ പറ്റും. പക്ഷേ ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. നമ്മളൊക്കെ മനുഷ്യരല്ലേ സാറേ? തെറ്റുപറ്റാത്തവരാരാ? ഞാനൊരു പത്രത്തിൻ്റെ ആളായിട്ടിരുന്നുകൊണ്ട് അഹങ്കാരം പറയുമല്ല. ഞാൻ വിചാരിച്ചാൽ സാറിൻ്റെ മാനവും പോകും, ജോലിയും പോകും, പീഡനക്കേസിൽ പ്രതിയായി ജയിലിലും കയറേണ്ടി വരും. നിങ്ങൾ എന്തിനാ ഭീഷണിപ്പെടുത്തുന്നത്? കാര്യം പറയൂ. ചുമ്മാ പൊട്ടൻ കളിക്കില്ലേ സാറേ? നമ്മളൊക്കെ ചെറുപ്പക്കാരല്ലേ സാറേ? ചില കുസൃതികളൊക്കെ കാണിക്കും. സാരമില്ല, ഞാനായിട്ട് പത്രത്തിൽ വാർത്ത കൊടുക്കുന്നില്ല. പക്ഷേ സാർ എന്നെ മാന്യമായിട്ടൊന്ന് കാണണം. ശരി, ഞാൻ അങ്ങോട്ട് വരാം. വേണ്ട സാറേ, നമ്മൾ തമ്മിൽ നേരിട്ട് കാണണ്ട. ഞാൻ ഒരാളെ അയക്കാം. സാറ് കാര്യമായിട്ടൊന്ന് പരിഗണിച്ചാൽ മതി. പരിഗണിച്ചാൽ മതിയെന്ന് പറഞ്ഞത്? സാറിനറിയാത്ത പോലെ നമ്മളൊക്കെ മനുഷ്യരല്ലേ സാറേ? എന്താ നിങ്ങളുടെ ഉദ്ദേശം? എന്നെ ബ്ലാക്ക്മെയിൽ ചെയ്യുകയാണോ? അയ്യോ, സാറെന്താ ഈ പറയുന്നേ? ഞാൻ സാറിനെ ബ്ലാക്ക്മെയിൽ ചെയ്യാനോ? അന്തസ്സായിട്ട് നടത്തുന്ന ഒരു പത്രത്തിൻ്റെ ജീവാത്മാവും പരമാത്മാവുമാണ് ഞാൻ. സാറിന് പത്രധർമ്മം എന്തെന്നറിയാമോ? വലിയ പിടിപാടില്ല. സാറേ, നമ്മളൊക്കെ മനുഷ്യരാ, അത് ഓർമ്മ വേണം. സാറിനെയും ഒരു പെൺകുട്ടിയെയും കൂടി ഒരു കാറിനുള്ളിൽ രാത്രി അസമയത്ത് ചിലർ കണ്ടു. കാറ് നിർത്തിയിട്ടിരിക്കുമായിരുന്നു. സാറ് പഠിപ്പിക്കുന്ന ഏതെങ്കിലും പെൺകുട്ടിയായിരിക്കും. അതൊരു വിഷയമല്ല. അതൊക്കെ നടക്കും. നമ്മളൊക്കെ മനുഷ്യരല്ലേ സാറേ? എൻ്റെ കൂടെയുണ്ടായിരുന്നത് എൻ്റെ സ്വന്തം മകളാണ്. രാത്രി ഒരു ഫംഗ്ഷൻ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഫോൺ കോൾ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയാണ് കാർ സൈഡ് ഒതുക്കി നിർത്തിയത്. സാറേ, നമുക്ക് പല ഒഴുകൊഴുവും പറയാം. മകളാണെന്നോ അമ്മയാണെന്നോ പെങ്ങളാണെന്നോ കാലാകാലമായിട്ട് അങ്ങനൊക്കെ തന്നെയാ മനുഷ്യർ പറഞ്ഞു പോരുന്നത്. നമ്മളൊക്കെ മനുഷ്യരല്ലേ സാർ? ഞാൻ പറഞ്ഞത് സത്യമാണ്. നിങ്ങൾ വെറുതെ അത് വളച്ചൊടിക്കാൻ ശ്രമിക്കരുത്. സാറേ, സാർ എന്തിനാ ആൾക്കാർ വളഞ്ഞപ്പം കാർ വിട്ടു പോയത്? സാറ് മനുഷ്യനെ ഫൂളാക്കല്ലേ. 4-5 മുട്ടാളന്മാർ കാർ വളഞ്ഞിട്ട് തുറക്കടോന്നും പറഞ്ഞ് കാറിലിടിച്ചോണ്ട് അട്ടഹസിച്ചാൽ ഞാൻ പിന്നെ എന്തു ചെയ്യണം? ഞാനും എൻ്റെ മോളും മാത്രമേയുള്ളൂ. രാത്രി 10:30 മണി. എന്നെ അടിച്ച് താഴെ വീഴ്ത്തിയിട്ട് അവർ എൻ്റെ മകളെ ആക്രമിച്ചാൽ ആരുണ്ട് രക്ഷിക്കാൻ? ആ സമയത്ത് എൻ്റെ മകളുടെ സേഫ്റ്റിയായിരുന്നു എനിക്ക് വലുത്. അതുകൊണ്ടാണ് ഡോർ തുറക്കാതെ വിട്ടുപോയത്. അതൊരു വലിയ തെറ്റായിപ്പോയെന്ന് ഇപ്പോഴും എനിക്ക് തോന്നുന്നില്ല. ബുദ്ധിയും വിവേകവുമുള്ള ആരും അതേ ചെയ്യൂ. അതെ അതെ, സാറ് ബുദ്ധിമാനാണെന്ന് എനിക്ക് മനസ്സിലായി. കാറിനകത്ത് സാറിൻ്റെ മോളായിരുന്നു എന്നതിന് എന്താ തെളിവ്? എനിക്ക് തെളിയിക്കേണ്ട ആവശ്യമില്ല. ഞാനൊരു കേസിലും പ്രതിയല്ല, കുറ്റവാളിയല്ല. എനിക്കെതിരെ പരാതി പോലുമില്ല. സാറേ, സത്യം പറ. സാറ് പഠിപ്പിച്ച ഒരു വിദ്യാർത്ഥിനിയല്ലായിരുന്നോ സാറിൻ്റെ കൂടെ? സത്യം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. നിങ്ങൾ സത്യമല്ല അസത്യമാണ് അന്വേഷിക്കുന്നതെന്ന് മനസ്സിലായി. നിങ്ങൾ മാന്യമായിട്ട് പത്രം നടത്തുന്ന ആളാണെങ്കിൽ ഇങ്ങനെയൊരു വാർത്ത കൊടുക്കണം. രാത്രി കാർ വളഞ്ഞ് ആക്രമിക്കാൻ ശ്രമിച്ച സാമൂഹ്യ വിരുദ്ധരുടെ കയ്യിൽ നിന്ന് മനസാന്നിധ്യം കൊണ്ട് മാത്രം അധ്യാപകനും അദ്ദേഹത്തിൻ്റെ മകളും രക്ഷപ്പെട്ടു എന്ന്. അതാണ് പത്രധർമ്മം. സാറിനെ പത്രധർമ്മമൊന്നും പഠിപ്പിക്കണ്ട. ഞാൻ നാറ്റിച്ചാൽ സാറ് അടിമുടി നാറും. ഞാൻ മാനനഷ്ട കേസ് കൊടുക്കും നിങ്ങൾക്കെതിരെ. ഓ, എത്ര പേര് കൊടുത്തിരിക്കുന്നു സാറേ. അന്തിവാനത്തിനും ആനപ്പാറയ്ക്കുമെതിരെ ഒരു മാനനഷ്ട കേസും നിലനിൽക്കില്ല. നാറാനുള്ളത് നാറുകയും ചെയ്യും. സാറേ, സാറൊരു കാര്യം ചെയ്യ്. ഞാനൊരാളെ സാറിൻ്റെ അടുത്തേക്ക് അയക്കാം. വേണ്ട പോലെ പരിഗണിച്ചാൽ മതി. നമ്മളൊക്കെ മനുഷ്യരല്ലേ സാറേ? നിങ്ങൾ ആരെയും അയക്കണ്ട. സാറ് നാറുമേ, ഞാൻ നാറ്റിക്കുമേ. പെട്ടെന്ന് ലൈൻ കട്ടായി. കട്ടാക്കിയതാ. പേടിച്ചു. പേടിച്ചതിൻ്റെ ലക്ഷണമാ. അത്രയും മതി, രക്ഷപ്പെട്ടു. ആനപ്പാറ ചിരിച്ചുകൊണ്ട് സ്വയം പറഞ്ഞു. അപ്പോഴാണ് അടുത്ത കോൾ. നെത്തോലി ഷാജി. എടാ ആനേ, എന്തുവാടാ?
നീ ഇറങ്ങിയില്ലേ? ഇറങ്ങാൻ പോകുക. എടാ, ഒരു പെണ്ണ് വന്നിട്ടുണ്ട്. എവിടെ? ഇവിടെ തന്നെ. നമ്മുടെ വട്ടോളി ശിവൻ എവിടുന്നോ പൊക്കിക്കൊണ്ടു വന്നതാ. ഏത് പെണ്ണ്? എങ്ങനത്തെ പെണ്ണ്? അളിയാ, പൂവൻ പഴം. വെടിച്ചില്ലെന്ന് പറഞ്ഞ നല്ല കിളിച്ചില്ല. ആൻഡോ അറിയാതെ എഴുന്നേറ്റ് നിന്നു. കുഴപ്പം പിടിച്ച വല്ല കേസുമാണോടാ? ഒന്നുമല്ലെന്നേ. അളിയനൊന്ന് കാണണം. നാക്ക് നൊട്ടിപ്പോകും. ശിവനുണ്ടോ അവിടെ? ഉണ്ട്. ഞാൻ വരാതെ തൊട്ടേക്കരുത്. മാൻഡിൽ വന്നോ? ബിവറേജസിൻ്റെ മുന്നിലാ, ക്യൂവിലാ. വിവരം പറഞ്ഞിട്ടുണ്ട്. തിരുടനോ? അവനെ വിളിക്കാൻ പോകുക. എല്ലാവരും എന്തു പറയുന്നു? ആവേശത്തിലാ. ആന ഇങ്ങോട്ട് വാ. ഇന്ന് പൊടി പൂരമല്ലേ. ആൻഡോ ആനപ്പാറയ്ക്ക് പിന്നെ യാതൊരു ഐറ്റംസും തലയിൽ വന്നില്ല. മേശവലിപ്പ് തള്ളി അടച്ചപ്പോഴത്തെ ഒച്ചയിൽ മേൽക്കൂര കുലുങ്ങി. 3. ഫസ്റ്റ് ഷോ കഴിഞ്ഞ് ബൈക്കിൽ കുറെ തൊഴിച്ച് അത് സ്റ്റാർട്ടാക്കി തട്ടുകടയുടെ മുൻപിൽ കൊണ്ടുവന്ന് നിർത്തി. പൊറോട്ടയ്ക്കും ചിക്കനും ഓർഡർ കൊടുത്തിട്ട് വെയിറ്റ് ചെയ്യുമ്പോഴാണ് സണ്ണിയുടെ മൊബൈൽ ഫോൺ ശബ്ദിച്ചത്. സണ്ണി നമ്പർ നോക്കി. നെത്തോലി. കോൾ ബട്ടൺ പ്രസ് ചെയ്തു. ഹലോ. എടാ തിരുടാ, നീ എവിടെയാ? തട്ടുകടയിലാ. കഴിച്ചോ? ഇല്ല, ഓർഡർ കൊടുത്തതേയുള്ളൂ. നീ അത് പാഴ്സലാക്കിക്കൊണ്ട് ഇങ്ങ് വാ. നിനക്ക് വേണമെങ്കിൽ എന്നോട് പറഞ്ഞാൽ പോരെ. എന്താ വേണ്ടത്? പൊറോട്ടയും ബീഫ് ഫ്രൈയും പറയട്ടെ? നീ എന്തു കുന്തുമെങ്കിലും പറ. എടാ, അതല്ല പ്രശ്നം. ഇവിടൊരു പൈങ്കിളി പറന്നു വന്നിരിപ്പുണ്ട്. പൈങ്കിളിയോ? എന്ന് വെച്ചാൽ ഒരു പെണ്ണ്. പഞ്ചവർണ്ണ കിളിയെന്ന് പറഞ്ഞാലും തെറ്റില്ല. നീ 2 പാഴ്സലും കൂടി വാങ്ങിച്ചോ. എടാ, എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ഇവിടെ വരുമ്പം കണ്ട് മനസ്സിലാക്ക്. കോൾ കട്ടായി. തിരുടൻ സണ്ണി ഉടൻ 2 സെറ്റ് പൊറോട്ടയ്ക്കും കൂടി ഓർഡർ കൊടുത്തു. എല്ലാം പാഴ്സലാക്കിയാൽ മതിയെന്നും പറഞ്ഞു. സണ്ണി പണ്ട് ബൈക്കുകൾ മോഷ്ടിച്ച് തമിഴ്നാട്ടിൽ കൊണ്ടുപോയി വിൽക്കുമായിരുന്നു. കുറേ കാലം ജയിലിലും കിടന്നിട്ടുണ്ട്. ജയിലിൽ നിന്നിറങ്ങിയ ശേഷം ഒരു ബൈക്ക് കൂടി മോഷ്ടിച്ചു. തിരുടന് അതിനും ഒരു ന്യായം പറയാനുണ്ട്. അമേരിക്കയിലായിപ്പോയ ഒരു ജോഡി വൃദ്ധ ദമ്പതികൾ താമസിക്കുന്ന ഒരു വീട്ടിലിരുന്ന് തുരുമ്പെടുത്ത് നശിക്കുകയായിരുന്നു ആ സാധനം. ആർക്കും ഉപകാരമില്ലാതെ പോകുമല്ലോ എന്ന് ഖേദിച്ച് സണ്ണി വേണ്ടത്ര റിപ്പയർ സാമഗ്രികളുമായി പോയി ബൈക്ക് സ്റ്റാർട്ടാക്കി എടുത്തോണ്ടു പോന്നു. വൃദ്ധ ദമ്പതികൾ ഹോസ്പിറ്റലിലായി പോയ സമയത്തായിരുന്നു അത്. അതിനൊരു രജിസ്ട്രേഷൻ നമ്പറും നമ്പർ പ്ലേറ്റും ബുക്കും കടലാസും സംഘടിപ്പിച്ചു കൊടുത്തത് മാൻഡിൽ ശശിയാണ്. തിരുടൻ സണ്ണി എങ്ങനെ ജീവിക്കുന്നുവെന്ന് ഇപ്പോഴും കൂട്ടുകാർക്കറിഞ്ഞുകൂടാ. രാവിലെ കുളിച്ച് വേഷം മാറി ബൈക്കിൽ കയറിപ്പോകും. രാത്രി തിരിച്ചു വരും. ചില ചില്ലറ ബിസിനസ്സുകളുണ്ടെന്നാണ് തിരുടൻ കൂട്ടുകാരോട് പറയുക. അല്പം റിയൽ എസ്റ്റേറ്റും അല്പം പെൺവാണിഭവും അല്പസ്വല്പം മോഷണവും. പുതിയ മോഡലുകളിലിറങ്ങുന്ന സുന്ദരൻ ബൈക്കുകളെ തിരുടൻ കണ്ണിമയ്ക്കാതെ നോക്കി നിൽക്കും. തിരുടൻ്റെ വീക്ഷണത്തിൽ ലോകത്തിലേക്കും വെച്ച് ഏറ്റവും സുന്ദരി മനുഷ്യവർഗത്തിലോ മറ്റു ജീവജാലങ്ങളിലോ അല്ല, ബൈക്ക് വർഗത്തിലാണുള്ളത്. ഇങ്ങനെയൊക്കെയാണെങ്കിലും തിരുടൻ്റെ ഏറ്റവും വലിയ സ്വപ്നം ഒരു ബാങ്ക് കൊള്ളയടിക്കുക എന്നതാണ്. ബാങ്ക് കുത്തു തുറന്ന വാർത്തകൾ പത്രത്തിൽ വരുമ്പോൾ തിരുടൻ അത് പല ആവർത്തി ആർത്തിയോടെ വായിക്കും. എങ്ങനെ കുത്തി തുറന്നു? എത്ര പണം കൊള്ളയടിച്ചു? മോഷ്ടിച്ച പണം എന്തു ചെയ്തു? കൂട്ടാളികൾ എത്ര പേരുണ്ടായിരുന്നു? ബാങ്ക് കവർച്ചക്കാരെ പോലീസ് പിടികൂടി എന്ന വാർത്തയാണ് തിരുടന് ഏറ്റവും ദുസ്സഹമായ വാർത്ത. കൊള്ളയടിച്ച പണം പോലീസ് വീണ്ടെടുത്തു എന്ന വാർത്ത പോലെ തിരുടൻ വെറുക്കുന്ന മറ്റൊരു വാർത്ത ഇല്ല തന്നെ. പാഴ്സലുകൾ വാങ്ങി തിരുടൻ തൻ്റെ ബൈക്കിൽ ടൗണിൻ്റെ വാലറ്റത്തേക്ക് പോയിക്കൊണ്ടിരുന്നു. ഓരോ ജംഗ്ഷനുകൾ പിന്നിടുമ്പോൾ റോഡ് ഇടുങ്ങി വന്നു. ധനാഢ്യന്മാരുടെയും ഉദ്യോഗസ്ഥ പ്രമുഖരുടെയും വീടുകളുടെ നിര അവസാനിച്ചു. വീടുകൾക്കിടയിൽ ധാരാളം സ്ഥലങ്ങൾ കണ്ടു തുടങ്ങി. 1/2 നൂറ്റാണ്ടോളം പഴക്കമുള്ള ഓടിട്ട കെട്ടിടങ്ങളും ചെറിയ തുണ്ട് കൃഷിഭൂമികളും. ഓടിട്ട കെട്ടിടങ്ങൾ തമ്മിലുള്ള അകലം വർദ്ധിച്ചു വന്നു. കാട്ടുചേമ്പും മുൾപടർപ്പുകളുമുള്ള പഴയ ചില കണ്ടങ്ങൾക്കിടയിലെ ഓടിട്ടതും ജനതാ ഷീറ്റ് മേഞ്ഞതുമായ ഒരു പഴഞ്ചൻ വീടിൻ്റെ മുറ്റത്ത് തിരുടൻ്റെ ബൈക്ക് വന്നു നിന്നു. മുറ്റത്ത് ചെളി കുഴഞ്ഞുകിടന്നു. മഴക്കാലത്ത് വീട്ടുടമയ്ക്ക് വാടകപ്പണം പിരിക്കാൻ വരാൻ വേണ്ടി മാത്രം ചെളിയിൽ ഒരു നിര കല്ലുകൾ പാകിയിരുന്നു. വീടിൻ്റെ ഒരു മൂലയിലെ ഇഷ്ടിക ഇടിഞ്ഞു തൂർന്നു കിടന്നു. അവിടെ തന്നെ കുറച്ച് ടയറുകളും ട്യൂബുകളും കേടുവന്നത് കൂട്ടിയിട്ടിരുന്നു. ബൈക്കുകളുടെ കേടുവന്ന ഭാഗങ്ങളും കരിയോയിൽ നിറച്ച പാട്ടകളും ഉണ്ടായിരുന്നു. വീടിൻ്റെ ഇറയത്തേക്ക് തലകുനിച്ച് കയറാൻ പറ്റൂ. സിമന്റ് പൊട്ടിപ്പൊളിഞ്ഞ തിണ്ണയിലൂടെ നിവർന്നു നടന്നാൽ കഴുക്കോലിൽ തലമുട്ടുമായിരുന്നു. തിരുടൻ കയറി ചെന്നപ്പോൾ നെത്തോലിയും വട്ടോളിയും തിണ്ണയുടെ മൂലയ്ക്കിരുന്ന് പിറുപിറുക്കുന്നുണ്ട്.
വാങ്ങിയ പാഴ്സൽ തിണ്ണയിൽ കിടന്ന പ്ലാസ്റ്റിക് കസേരയിൽ വെച്ചിട്ട് തിരുടൻ ഒച്ചയിട്ടു. എന്തുവാടാ വലിയ രഹസ്യം പറച്ചിൽ? ഏതു പെണ്ണിന്റെ കാര്യമാ നിങ്ങൾ പറഞ്ഞത്? വട്ടോളി ചുണ്ടത്ത് വിരലമർത്തി കാണിച്ചു. എന്നിട്ട് പിൻഭാഗത്തെ ചായ്പ് മുറിയിലേക്ക് കൈ ചൂണ്ടി. ചെന്നു നോക്ക്, ഒച്ചയുണ്ടാക്കരുത്. ഓടാമ്പിലിട്ടിരിക്കുക. കതകു തുറക്കുമ്പം ചാടിപ്പോകാതെ നോക്കിക്കൊള്ളണം. തിരിച്ചിറങ്ങിയ അപ്പം തന്നെ ഓടാമ്പിലിട്ടേക്കണം. അപ്പോഴും തിരുടന് ഒന്നും മനസ്സിലായില്ല. അവൻ ഒരു കൺകെട്ടു വിദ്യയ്ക്ക് അടിമയായതുപോലെ ചായ്പ് മുറിയുടെ നേർക്ക് നടന്നുപോയി. വട്ടോളി ശിവൻ ബീഡിയെടുത്ത് അറ്റഞ്ഞരടി ചുണ്ടത്തു വെച്ചു. ഒരെണ്ണം നെത്തോലി ഷാജിക്കും കൊടുത്തു. നമുക്ക് തുടങ്ങി വയ്ക്കായിരുന്നു, നെത്തോലി ഇച്ഛാഭംഗത്തോടെ പറഞ്ഞു. അത് ശരിയാവത്തില്ല. എല്ലാവരും വരട്ടെ. ഒരുത്തനെങ്കിലും കാലു മാറിയ അത് പ്രശ്നമാ. ശിവൻ ഭവിഷ്യത്തിനെപ്പറ്റി ബോധവാനാണ്. തിരുടൻ വാതിലിന്റെ ഓടാമ്പലിട്ട് തിരിച്ചു വന്നു. പന്തം കണ്ട പെരിച്ചാഴിയുടേതുപോലിരുന്നു അവന്റെ കണ്ണുകൾ. കണ്ടോ? നെത്തോലി ചോദിച്ചു. എവിടുന്ന് പൊക്കിയടാ? തിരുടൻ വായ് പൊളിച്ചു. എങ്ങനുണ്ട് ഉരുപ്പടി, കൊള്ളാമോ? ശിവൻ ചോദിച്ചു. ഉഗ്രൻ. ഇതേതോ നല്ല കുടുംബത്തിന്ന് കയറും പൊട്ടിച്ചോണ്ട് വന്നതാണെന്ന് തോന്നുന്നല്ലോ. എങ്ങനെ കിട്ടി? വഴിതെറ്റി വന്നതാണോ? വലയിൽ കുടുങ്ങിയതാണോ? അപ്പം തിന്നാ പോരെ നിനക്ക്? കുഴി എണ്ണണോ? എന്ത് ചെയ്യാനാ പ്ലാൻ? ചിക്കൻ കയ്യിലുണ്ടെങ്കിൽ എന്താ ചെയ്യാൻ വയ്യാത്തെ? തന്തൂരിയാക്കാം, ചില്ലി ചിക്കൻ വയ്ക്കാം, ഫ്രൈ ചെയ്യാം. രാത്രി മുഴുവൻ നീണ്ടു നിവർന്ന് കിടക്കുവല്ലേ. അവസാനം പീഡനക്കേസാകുവോ? ആയാലെന്താ കുഴപ്പം? അതിനുള്ള മുതലില്ലേ? നെത്തോലി ചോദിച്ചു. എന്നാ പിന്നെന്താ താമസം? തുടങ്ങിക്കൂടെ? അവന്മാരും കൂടി വരട്ടെ. ആനയും മാൻഡലും. കുപ്പി മാൻഡലിൻ്റെ കയ്യിലാ. 2 വീശിയില്ലെങ്കിലെന്താ ഒരു രസം? എന്നാ ഞാൻ പോയി ഒന്ന് കുളിച്ചു കുട്ടപ്പനാകാം. തിരുടൻ നാലുപാട് നോക്കി. ആരെങ്കിലും പുറമേ നിന്ന് കാണുകയോ കേൾക്കുകയോ ചെയ്യുന്നുണ്ടോ? തൊട്ടടുത്ത് വീടുകളൊന്നുമില്ല. എന്നാലും ഒരു പെണ്ണ് നിലവിളിച്ചാൽ കേൾക്കാവുന്ന ദൂരത്തിൽ ചില വീടുകളുണ്ട്. അവൾ നിലവിളിക്കുകയോ ബഹളം വയ്ക്കുകയോ ചെയ്താൽ? തിരുടൻ ചോദിച്ചു. ഒന്നും ചെയ്യത്തില്ല, പാവമാ, വട്ടോളി ശിവൻ പറഞ്ഞു. തിരുടൻ കുളിമുറിയിലേക്ക് കയറിപ്പോയി. 4. മാൻഡിൽ ശശിയുടെ ബൈക്ക് കം സ്കൂട്ടർ ഒരു പ്രത്യേക ഇനമാണ്. ലോകത്തൊരു കമ്പനിയും അങ്ങനെയൊരു സാധനം ഉൽപ്പാദിപ്പിക്കുന്നില്ല. ലാംബെ സ്കൂട്ടർ മുതൽ കാവസാക്കിയുടെ വരെ കഷ്ണങ്ങൾ കൊണ്ടാണ് അത് നിർമ്മിച്ചിരിക്കുന്നത്. ഭൂരിപക്ഷം 2 വീലർ വർക്ക്ഷോപ്പ് ജീവനക്കാരുടെയും പോലെ മാൻഡലിൻ്റെ വണ്ടി മാൻഡലിനും പിന്നെ ബോംബെ സർക്കസിലെ മരണക്കിണർ ബൈക്ക് റൈഡർക്കും മാത്രമേ ഓടിക്കാൻ പറ്റൂ. അത് സ്റ്റാർട്ടാവണമെങ്കിൽ മാൻഡിൽ തന്നെ തൊഴിക്കണം. അതിൻ്റെ ഹോണും ബ്രേക്കും ഗിയറും എങ്ങനെ പ്രവർത്തിക്കുമെന്ന് മാൻഡലിന് മാത്രമേ അറിഞ്ഞുകൂടൂ. 2 ലിറ്റർ കുപ്പികൾ ഇരുകൈയിലും പിടിച്ചുകൊണ്ട് വീടിൻ്റെ തിണ്ണയിലേക്ക് കയറിയതും മാൻഡലിൻ്റെ തല ഉത്തരത്തിലിടിച്ചു. മാൻഡലിൻ്റെ തല ഇറയത്ത് ഇടിക്കാത്ത ഒരു ദിവസം പോലുമില്ല. എടാ സൂക്ഷിച്ച്. നെത്തോലി ഷാജി എഴുന്നേറ്റ് ചെന്ന് കുപ്പികൾ ഏറ്റുവാങ്ങി. വട്ടോളി ശിവനും തിരുടനും കൂടിയിരുന്ന് ഭാവി പരിപാടികൾ ആസൂത്രണം ചെയ്യുകയാണ്. എവിടെയാടാ പെണ്ണ്? മാൻഡിൽ ആകാംക്ഷയോടെ 4 പാട് നോക്കി. വട്ടോളി ശിവൻ കൈ ചൂണ്ടിക്കാണിച്ചു. പൂട്ടിയിട്ടിരിക്കുവാണോ? ഇല്ലെങ്കിൽ ചാടിപ്പോകും. നീ ബലമായിട്ട് പിടിച്ചോണ്ട് വന്നതാണോ ശിവ? ആണെന്നും പറയാം, അല്ലെന്നും പറയാം. നീ ആദ്യം ചെന്ന് മുതൽ എങ്ങനെയുണ്ടെന്ന് നോക്ക്. മാൻഡിൽ ചായ്പ് മുറിയുടെ നേർക്ക് നീങ്ങി. നെത്തോലി ഷാജി കുപ്പി 2 വട്ടോളിയുടെ കയ്യിൽ കൊടുത്തു. ലിട്രാ ശിവ, ഇന്ന് രാത്രി മുഴുവൻ അടിച്ചു പൊളിക്കണം. ആനയോട് പറഞ്ഞ് കുറച്ച് ചിക്കൻ ഫ്രൈയും പൊറോട്ടയും വാങ്ങിപ്പിക്കുക. അവൾക്കും വിശക്കത്തില്ലേ? ശിവൻ ഉടൻ ആൻഡോ ആനപ്പാറയെ മൊബൈലിൽ വിളിച്ച് ഓർഡർ കൊടുത്തു. മാൻഡൽ ശശി തിരികെ വന്നിട്ട് ശിവന്റെ തോളത്ത് ഒറ്റയടിയടിച്ചു. ശിവന് നന്നേ വേദനിച്ചു. എങ്കിലും തിരിച്ചടിക്കാൻ വയ്യ. മാൻഡൽ അഭിനന്ദിച്ചതാണ്. എവിടുന്ന് കിട്ടിയടാ? എടാ, വട്ടോളിയുടെ അടുത്ത് ഇതൊക്കെ താനേ വന്നു ചേരും. കൊള്ളാമോ? കൊള്ളാമോന്ന് ഞാനവളെ എണീപ്പിച്ചു നിർത്തി. പുത്തൻ മോഡൽ. എന്താ ഷേപ്പ്? യക്ഷിയാണോടാ? അബദ്ധം പറ്റരുത്. ഇത് യക്ഷിയും മറുതയും ഒന്നുമല്ല. ഞാൻ തൊട്ടുനോക്കി. ശിവൻ വെളിപ്പെടുത്തി. നീ തൊട്ടോ? എവിടെ തൊട്ടു? പിടിച്ച് ഓട്ടോയിൽ കയറ്റിയപ്പോഴും ഇറക്കിയപ്പോഴും മുറിയിലിട്ട് അടച്ചപ്പോഴും തൊടാതെ പറ്റുമോ? എന്താ മുടി? ആ കണ്ണും ചുണ്ടും കവിളുമൊക്കെ കണ്ട ഒരു കടി വെച്ചു കൊടുക്കാൻ തോന്നും. ഇനിയും കാണാനിരിക്കുന്നതല്ലേയുള്ളൂ. പക്ഷേ നീ കടിക്കരുത്. കേടുപാട് വരുത്താതിരുന്ന നമുക്ക് തന്നെ നല്ലത്. എടാ ശിവ, നീ അവളെ എവിടുന്ന് അടിച്ചോണ്ട് വന്നു? തരികിട കേസൊന്നുമല്ലെന്ന് മനസ്സിലായി. വളച്ചെടുത്തതാണോടാ? അല്ലെന്ന്. കേട്ടാ നിങ്ങളാരും വിശ്വസിക്കത്തില്ല. ആനയും കൂടി വരട്ടെ, പറയാം. കഴിഞ്ഞ വർഷം വട്ടോളി ശിവൻ ഇതുപോലെ ഒരെണ്ണത്തിനെ കൊണ്ടുവന്നിരുന്നു. കാമുകൻ്റെ കൂടെ ഒളിച്ചോടിപ്പോയിട്ട്
കാമുകൻ പിന്നീട് ഉപേക്ഷിച്ചു കളഞ്ഞ കേസായിരുന്നു. 2 രാത്രിയും 1 പകലും അവൾ ഈ വാടക വീട്ടിലുണ്ടായിരുന്നു. 3 മാസം മുൻപ് തിരുടൻ ഒരു പെണ്ണിനെ കൊണ്ടുവന്നു. തിരുടൻ്റെ ഒരു ബന്ധുവാണെന്ന് പറഞ്ഞു. പക്ഷേ പിരിവ് കനത്തതായിരുന്നു. തിരുടൻ പറ്റിച്ചു എന്ന് തന്നെയാണ് 4 ഇപ്പോഴും വിശ്വസിക്കുന്നത്. അതവൻ്റെ ഭാര്യയായിരുന്നടാ. നെത്തോലി ഷാജി പറയും. ആരെങ്കിലും ഭാര്യയെ കൊണ്ടുവന്ന് കൂട്ടുകാർക്ക് മാൻഡലിന് അക്കാര്യത്തിൽ സംശയമുണ്ട്. അവന് എത്ര ഭാര്യമാരുണ്ടെന്ന് ആർക്കറിയാം? ഏതു നാട്ടിൽ ചെന്നാലും അവനൊരു ഭാര്യയുണ്ട്. കല്യാണ തട്ടിപ്പിൻ്റെ ആശാനല്ലേ? നെത്തോലി പറഞ്ഞു. നെത്തോലിക്ക് തിരുടനോട് അസൂയ പോലുമുണ്ട്. ഓരോ പെണ്ണുങ്ങൾ എങ്ങനെ ഇവൻ്റെ വലയിൽ ചെന്ന് വീഴുന്നെന്ന് ഈശ്വരന് പോലും അറിവില്ല. അതും കൊള്ളാവുന്ന കുടുംബത്തിൽ നിന്ന്. തിരുടൻ അത് കേട്ട് വെറുതെ ചിരിക്കുകയുള്ളൂ. അവളെ ഒന്ന് കുളിപ്പിച്ച് റെഡിയാക്കി നിർത്തണ്ടേ? തിരുടൻ ചോദിച്ചു. ഞാൻ കുളിപ്പിക്കാം. നെത്തോലി ഷാജി ചാടി എഴുന്നേറ്റപ്പോൾ അവനിരുന്ന ഭാഗം ബെഞ്ച് പൊങ്ങി ശിവൻ വീഴാൻ പോയി. പറഞ്ഞിട്ട് എണീക്കണ്ടേടാ നായിൻ്റെ മോനെ. അയ്യോടാ, ഓർത്തില്ല. ആരും കുളിപ്പിക്കണ്ട, എനിക്കറിയാം. ശിവൻ എഴുന്നേറ്റ് ചായ്പ് മുറിയിലേക്ക് പോയി. മുറ്റത്തു നിന്ന് ആൻഡോ ആനപ്പാറയുടെ ചുമ കേട്ടു. അവനും എത്തി. നെത്തോലി പിറുപിറുത്തു. ആൻഡോ ആർത്തനായിട്ടാണ് വന്നത്. എവിടെ പെണ്ണ്? അയാൾക്ക് ഇപ്പോൾ തന്നെ കാണണം. വട്ടോളി അവളെ കുളിപ്പിക്കാൻ കൊണ്ടുപോയി. അവൻ ഒറ്റയ്ക്കോ? നമുക്ക് 5 പേർക്കും കൂടി കുളിപ്പിക്കാം. ഈ വീട്ടിൽ എല്ലാവർക്കും തുല്യ അവകാശമാ. വാടാ. ആൻഡോ ആനപ്പാറ ആ വീട്ടിലെ ഏക കുളിമുറിയുടെ നേർക്ക് നടന്നു കഴിഞ്ഞു. അവരുടെ കുളിമുറി സവിശേഷമായ ഒരെണ്ണമാണ്. വീടിൻ്റെ പിന്നാമ്പുറത്ത് സ്ഥിതി ചെയ്യുന്ന കുളിമുറിയെ വീടുമായി ബന്ധിപ്പിക്കുന്നത് ഒരു ചെറിയ ഇടനാഴിയാണ്. പൊട്ടിയ ഓടുകളുടെ വിടവിലൂടെ മഴവെള്ളം ചോർന്നു വീഴും. 100 കണക്കിന് കാലുകളും പഴുതാരയുടെ ആകൃതിയും ഉടലിൽ മഞ്ഞ വരയുമുള്ള ഇരുണ്ട ചാരനിറത്തിലുള്ള അട്ടകൾ പായലിൻ്റെ പച്ചപ്പുള്ള ഭിത്തികളിൽ പറ്റിപ്പിടിച്ചിരിക്കും. ഭിത്തികളിൽ കൂടിയുള്ള സഞ്ചാരത്തിനിടയിൽ അവർ പൊഴിഞ്ഞു വീഴും. പാറ്റകൾ അവിടെവിടെ ഓടിക്കളിക്കും. അനേകായിരം വർഷങ്ങളുടെ പഴക്കം തോന്നിക്കുന്ന ചെളിനിറം പൂണ്ട് വഴുക്കലുള്ള ബക്കറ്റിനടിയിലും പുറമേയും 2 3 ഒച്ചുകൾ എപ്പോഴും പറ്റിപ്പിടിച്ചിരിപ്പുണ്ടായിരിക്കും. ആൻഡോ പോയ പുറകെ കൈലി മടക്കി കുത്തി നെത്തോലിയും തിരുടനും പോയി. അവർ കുളിമുറിയുടെ മുൻപിലെത്തിയപ്പോഴേക്കും വട്ടോളി പുറത്തിറങ്ങി ഓടാമ്പലിട്ട് കഴിഞ്ഞു. കുളിപ്പിച്ചോ? ആൻഡോ ചോദിച്ചു. അവൾ തന്നെത്താൻ കുളിച്ചോളാമെന്ന് പറഞ്ഞു. എന്നാലും നമുക്കൊരു ഉത്തരവാദിത്തമില്ലേ? നമുക്ക് 5 പേർക്കും കൂടി നിൽക്കാനുള്ള സ്ഥലമില്ല. സാരമില്ലെന്നേ, അഡ്ജസ്റ്റ് ചെയ്യാം. നെത്തോലി പറഞ്ഞു. സമയമുണ്ടല്ലോ കുളിപ്പിക്കാൻ. നാളെ പകലും രാത്രിയിലും ഓരോരുത്തരും അവരവരുടെ ഇഷ്ടം പോലെ കുളിപ്പിച്ചോ. ഇപ്പം അവൾ തനിയെ കുളിക്കട്ടെ. ആൻഡോ കുളിമുറിയുടെ വാതിലിലേക്ക് നോക്കി. ആൻഡോയുടെ കണ്ണിലെ എക്സ്റേ രശ്മികൾ കുളിമുറിയുടെ നനഞ്ഞു കുതിർന്ന അടിഭാഗം ദ്രവിച്ചടർന്ന വാതിൽ തുളച്ച് അകത്തു കിടന്നു. ഒരു നഗ്നസുന്ദരി നാണിച്ചു നിൽക്കുന്നു. 5. കുളി കഴിഞ്ഞു വരുമ്പോൾ അവൾക്ക് മാറി ധരിക്കാൻ ഒരു ജോഡി ഡ്രസ്സ് വാങ്ങാൻ ആരും ഓർത്തില്ലല്ലോ എന്ന് പരിതപിക്കുകയായിരുന്നു നെത്തോലി ഷാജി. കുളി കഴിഞ്ഞിട്ട് വരുമ്പം എന്തിനാ ഡ്രസ്? തിരുടൻ സണ്ണി ചോദിച്ചു. അതിൻ്റെ ആവശ്യമില്ലല്ലോ. ഇവിടുന്ന് പോകാൻ നേരത്ത് വല്ലതും എടുത്തിട്ടാ പോരായോ? അല്ലെങ്കിൽ ഒരു ലുങ്കി ഷർട്ടും കൊടുക്കാം. മാൻഡിൽ ഭേദഗതി നിർദ്ദേശിച്ചു. ഷർട്ട് മാത്രമായാലും കുഴപ്പമില്ല. അവളുടെ രാവുകളിലെ പോലെ, വട്ടോളി അഭിപ്രായപ്പെട്ടു. അതുപോലും വേണ്ട. അതിടാനും അഴിക്കാനും മാത്രമേ നേരം കാണത്തുള്ളൂ. മെനക്കേടാ. ആൻഡോ പറഞ്ഞു. എടാ വട്ടോളി, ഇനിയെങ്കിലും നീ സത്യം പറ. എവിടുന്ന് കിട്ടി അവളെ നിനക്ക്? തിരുടൻ ചോദിച്ചു. ഞാൻ ഓട്ടം പോയിട്ട് വരുമ്പോഴാ. ശിവൻ പറഞ്ഞു തുടങ്ങി. ഒരു 8 മണിയായി കാണും. ആളില്ലാത്ത ലെവൽ ക്രോസിൽ വന്നപ്പം ഞാൻ ഓട്ടോ സ്ലോ ചെയ്തു. ട്രെയിൻ ദൂരേന്ന് വരുന്ന ഒച്ച കേൾക്കാം. ഒരൊറ്റ കുതിപ്പിന് അപ്പുറം കിടക്കാൻ വേണ്ടി ഞാൻ ആക്സിലേറ്ററിന് കൈ കൊടുത്തു. പക്ഷേ ഗിയർ ഇട്ടതും ന്യൂട്രലായി പോയതുകൊണ്ട് വണ്ടി അനങ്ങിയില്ല. പക്ഷേ റേസ് ചെയ്തപ്പോഴത്തെ ലൈറ്റ് വെട്ടത്തിൽ ഞാനൊരു കാഴ്ച കണ്ടു. ഒരു പെണ്ണ് നിഴല് പോലെ പാളത്തിനരികെ നിൽക്കുന്നു. പെട്ടെന്ന് പാളത്തിലോട്ട് തലവെച്ച് കിടക്കുന്നു. ഞാൻ ഞൊടിയിടയ്ക്ക് എഞ്ചിൻ ഓഫാക്കിയിട്ട് പാഞ്ഞു ചെന്നു. ട്രെയിൻ വരുന്നുണ്ട്. അവൻ്റെ ഒറ്റ കണ്ണീന്നുള്ള വെട്ടത്തിൽ എനിക്ക് ശരിക്കും കാണാം. അവനിങ്ങ് അടുത്തെത്തി. അവളാണെങ്കിൽ പാളത്തെ കെട്ടിപ്പിടിച്ചാണ് കിടപ്പ്. എന്നിട്ട് തിരുടന് ആകാംക്ഷ പെരുകി. ഞാൻ ചെന്ന് വലിച്ചെണീപ്പിച്ചു. അവളുടനെ കുതിറിക്കൊണ്ട് പാളത്തിലോട്ടൊരു ചാട്ടം. എൻ്റെയും കൂടി ജീവൻ പോകേണ്ടതാ. മുടിക്ക് കുത്തിപ്പിടിച്ച് ഞാൻ വലിച്ചിറക്കി. അപ്പോഴേക്കും ട്രെയിൻ വന്നു. അവൾ പിന്നെയും കാട്ടുപൂച്ച പെടയ്ക്കണ പോലെ പെടച്ച് ചാടാൻ നോക്കുക. കൊടുത്തു ഞാൻ പെടലിക്ക് 2 എണ്ണം. അതോടെ അടങ്ങി. കയ്യെ പിടിച്ച് കൊണ്ടുവന്ന് ഓട്ടോയിൽ കയറ്റി. ആട്ടിൻകുട്ടി മാതിരി കൂടെ പോന്നു.
വട്ടോളി ശിവൻ പറഞ്ഞു. ഇവിടെ വന്നിട്ടും പ്രശ്നമൊന്നും ഉണ്ടാക്കിയില്ലേ? മാൻഡിൽ ശശി ചോദിച്ചു. ഉണ്ടാക്കിയതാ, ഞാൻ വിടുവോ? അവളെന്തിനാ ട്രെയിനിന് തലവയ്ക്കാൻ പോയത്? ഞാൻ ചോദിച്ചില്ല. പ്രേമനൈരാശ്യമായിരിക്കും, ഉറപ്പാ. അല്ലെങ്കിൽ വയറ്റിലൊരു കൊച്ചു കാണും, നെത്തോലി ഷാജി പറഞ്ഞു. ഞാൻ ചോദിച്ചില്ല. ഒന്നും ചോദിക്കാതിരുന്ന എങ്ങനാ? അവൾ വല്ല കോൺസ്ട്രേറ്റിൻ്റെ മോളാണെങ്കിലോ? നമ്മൾ വല്ലതും ചെയ്ത പ്രശ്നമാകത്തില്ലേ? ചോദിക്കാൻ സമയം കിട്ടിയില്ല. ഓട്ടോയിൽ വരണ വഴിക്ക് ചോദിക്കാൻ പറ്റുമോ? ഇവിടെ വന്നുടനെ നിങ്ങളെ വിളിച്ചു. നിങ്ങൾക്ക് വേണമെങ്കിൽ ചോദിക്ക്. എനിക്ക് അവൾ ആരായാലും ഒരു പ്രശ്നവുമില്ല, വട്ടോളി പറഞ്ഞു നിർത്തി. ചോദ്യങ്ങളൊക്കെ ഞാൻ ചോദിച്ചോളാം. ഞാനാണതിന് യോഗ്യൻ. ആദ്യം ഞാൻ അവളെ ഒന്ന് കാണട്ടെ. ഇപ്പം കുളി കഴിഞ്ഞു കാണും. ആൻഡോ ആനപ്പാറ എഴുന്നേറ്റ് കുളിമുറിയുടെ നേർക്ക് നടന്നുപോയി. അവൾക്ക് വിശക്കുന്നുണ്ടായിരിക്കും. തിന്നാൻ വല്ലതും കൊടുക്കണം, മാൻഡിൽ ശശി പറഞ്ഞു. ബീഫ് ഫ്രൈ ഉണ്ട്, പൊറോട്ടയും. തിരുടൻ പൊതികളെടുത്ത് കാണിച്ചു. ആൻഡോ ആനപ്പാറ ആവേശഭരിതനായി ഓടിയെത്തി. എടാ ശിവനെ, അതൊരു സീരിയൽ നടിയാണോടാ? ആയിരിക്കാം, അല്ലായിരിക്കാം. കുളി കഴിഞ്ഞ് നിൽക്കണ നെപ്പ് കണ്ട കുളിരുകോരും. ഞാൻ ഓടാമ്പലെടുത്ത് വാതിൽ തുറന്നപ്പം അനക്കമില്ലാതെ നിൽക്കുന്നു. ശിവ, അവളെ ചായ്പ് മുറിയിലോട്ടിരുത്തി ബീഫ് ഫ്രൈയും പൊറോട്ടയും കൊടുക്ക്, ഒന്ന് ഉഷാറാകട്ടെ, മാൻഡിൽ ശശി നിർദ്ദേശിച്ചു. ശിവൻ എഴുന്നേറ്റ് പോയി. ആനപ്പാറ കൈത്തലം കൂട്ടിത്തിരുമ്മിക്കൊണ്ട് അക്ഷമനായി. ഒരു കണക്കിൽ വട്ടോളി പറഞ്ഞതാ ശരി. ആരാ എന്താ എന്നൊന്നും ചോദിക്കാതിരിക്കുന്നതാ ബുദ്ധി. പിന്നല്ലാതെ, നെത്തോലി ഷാജി ശരിവെച്ചു. വട്ടോളി കണ്ടില്ലെങ്കിൽ അവളിപ്പം 2 കഷ്ണമാ. തല വേറെ ഉടല് വേറെ. അങ്ങനെ തന്നെ കണക്ക് കൂട്ടിക്കോ. അവൾ ചത്തു. അവൾക്കിനി ഒരക്ഷരം മിണ്ടാൻ അവകാശമില്ല. വട്ടോളിക്ക് അവളെ എന്തും ചെയ്യാം. വട്ടോളിയുടെ അവകാശമാ അവളുടെ ജീവനും ശരീരവും. നമ്മൾ വട്ടോളിയുടെ കൂട്ടുകാരായതുകൊണ്ട് നമുക്കും അവകാശമുണ്ട്. ആനപ്പാറ ആ വീടിനും അതിലെ അന്തേവാസികൾക്കും ഇണങ്ങുന്ന യുക്തി കണ്ടെത്തി. ബീഫ് ഫ്രൈയും പൊറോട്ടയും കൊടുത്തിട്ട് വട്ടോളി തിരിച്ചു വന്നു. അവൾ തിന്നുന്നുണ്ട്, വട്ടോളി പറഞ്ഞു. പേടിയൊന്നുമില്ലേ? ചാകാൻ പേടിയില്ലാത്തവൾക്ക് അതിലും വലിയ പേടിയുണ്ടോ? നമ്മൾ 5 പേരുണ്ടെന്ന് അവൾക്കറിയാമോ? പിന്നെ കണ്ടതല്ലേ എല്ലാവരെയും. ഇവിടെ പെണ്ണുങ്ങളില്ലെന്നും ആണുങ്ങൾ മാത്രമേ ഉള്ളെന്നും അവൾക്കറിയാമോ? പിന്നെ അറിയാതെ. ഇത് രാത്രിയാണെന്നും നമ്മളാരും വിശുദ്ധന്മാരല്ലെന്നും നമ്മൾ അവളെ എന്തു ചെയ്യാനും സാധ്യതയുണ്ടെന്നും അവൾക്കറിയരുതോ? അതും അറിയാമായിരിക്കും. അല്ലെങ്കിൽ ബുദ്ധിയില്ലാത്ത, കണ്ണു കാണാത്ത, ചെവി കേൾക്കാത്ത പൊട്ടിയായിരിക്കണം. പൊട്ടിയൊന്നുമല്ല, അവൾക്കെല്ലാം അറിയാം. എന്നിട്ടും ഒരു കൂസലുമില്ലാതെ പൊറോട്ടയും ബീഫ് ഫ്രൈയും തിന്നുന്നോ? തിന്നടീന്ന് ഞാൻ പറഞ്ഞു. അവൾ ഉടനെ തീറ്റി തുടങ്ങി. എന്നാ പിന്നെ ഇനി ഒന്നും നോക്കാനില്ല. എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് അവൾക്ക് നന്നായിട്ടറിയാം. അവൾ എന്തിനും റെഡിയാ. മാൻഡിൽ ശശി ഒരു നിഗമനത്തിലെത്തി. എന്നാൽ നമുക്ക് തുടങ്ങാം. കുപ്പി പൊട്ടിക്ക്. 5 ഗ്ലാസുകളിൽ അളവൊപ്പിച്ച് മദ്യം പകർന്നത് ആൻഡോ ആനപ്പാറയായിരുന്നു. ആൻഡോ ആനപ്പാറ ഇരുട്ടത്തിരുന്ന് മദ്യമൊഴിച്ചാലും അളവ് തെറ്റുകയില്ല. പൊറോട്ടയുടെയും ചിക്കൻ്റെയും ബീഫിൻ്റെയും പൊതികളഴിഞ്ഞു. മദ്യ ഗ്ലാസുകൾ ഒടിഞ്ഞു. ഞാനൊരു സംശയം ചോദിച്ചോട്ടെ? നെത്തോലി ഷാജി 2 പേരെയും നോക്കി. ആരാ ആദ്യം? നമുക്കൊരു ധാരണ വേണ്ടേ? വട്ടോളി തന്നെ ആദ്യം പോട്ടെ. അവനല്ലേ പിടിച്ചോണ്ട് വന്നത്. അങ്ങനത്തെ ഔദാര്യമൊന്നും വേണ്ട. വട്ടോളി പെണ്ണ് കെട്ടിയതാ. കല്യാണം കഴിക്കാത്തവര് ആദ്യമാദ്യം പോട്ടെ. അങ്ങനെ നോക്കുമ്പോൾ മാൻഡിൽ ശശിക്കും നെത്തോലി ഷാജിക്കുമാണ് മുൻഗണന. അവർ കല്യാണം കഴിച്ചിട്ടില്ല. ആൻഡോ ആനപ്പാറ കല്യാണം കഴിച്ചിട്ടുണ്ട്. ഭാര്യയും മകളും അയാളെ ഉപേക്ഷിച്ചു പോയി. അയാൾക്ക് അക്കാലത്ത് നഗരത്തലയ്ക്കൽ ഒരു ചിന്ന വീടുണ്ടായിരുന്നു. പിൽക്കാലത്ത് അതിൻ്റെ അസ്ഥിവാരം പൊളിഞ്ഞു. തിരുടൻ സണ്ണി കഴിച്ച കല്യാണങ്ങൾ അയാൾ ഇതുവരെ കഴിച്ചിട്ടുള്ള ബിരിയാണിയോളം വരും. മാസത്തിൽ 2 കല്യാണം വരെ നടത്തിയ പുഷ്കല കാലവുമുണ്ട്. വട്ടോളി ശിവൻ മാതൃകാ ദാമ്പത്യം നയിച്ചിട്ടുള്ളവനാണ്. പക്ഷേ ഒരിക്കൽ മാത്രം വട്ടോളി നേരം തെറ്റി വീട്ടിൽ കയറി ചെല്ലുമ്പോൾ ഭാര്യ തൻ്റെ കൂട്ടുകാരനെ പുതച്ചു കിടക്കുന്നത് കാണാനിടയാവുകയും ഒരക്ഷരം പോലും മിണ്ടാതെ ഇറങ്ങി വന്ന് ഓട്ടോറിക്ഷ സ്റ്റാർട്ടാക്കി എങ്ങോട്ടെന്നില്ലാതെ ഓടിച്ചു പോവുകയും ചെയ്തു. അന്ന് രാത്രി തന്നെ വട്ടോളിയുടെ ഭാഷയിൽ പറഞ്ഞാൽ നായിൻ്റെ മോൾ രക്ഷപ്പെട്ടു കളഞ്ഞു. വിഷമെടുത്ത് കുടിക്കുകയായിരുന്നു. പന്തിയിൽ പക്ഷഭേദം വേണ്ട. കല്യാണം കഴിച്ചവനെന്നോ കഴിക്കാത്തവനെന്നോ നോക്കണ്ട. ആനപ്പാറ ആൻഡോ പറഞ്ഞു. നമുക്ക് എല്ലാവരുടെയും പേരെഴുതി നറുക്കിടാം. ആനപ്പാറ ജേർണലിസവും ഡിപ്ലോമയും പഠിച്ചിട്ടല്ല റിപ്പോർട്ടറായത്. പത്രവിവരണമായിരുന്നു ജോലി. ചരമവാർത്തകൾ കൊടുത്താണ് തുടക്കം. ഇപ്പോഴും ജാമാതാവ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ആനപ്പാറയ്ക്ക് തിട്ടമില്ല. പിന്നീട് കൊച്ചു പ്രാദേശിക വാർത്തകൾ കുറിച്ചയച്ചു തുടങ്ങി.
അന്തിവാനം സായാഹ്ന പത്രം തുടങ്ങിയപ്പോൾ പത്രമുടമയെ തൻ്റെ എക്സ്പീരിയൻസ് ബോധ്യപ്പെടുത്തി ആൻഡോ ഫുൾ ടൈം റിപ്പോർട്ടറായി. ആൻഡോ മുന്നോട്ട് വെച്ച നറുക്കിടൽ നിർദ്ദേശത്തിന് അനുകൂലമായ പ്രതികരണമാണ് മറ്റു 4 നിന്നും കിട്ടിയത്. അങ്ങനെ നറുക്കിട്ടു. ആദ്യത്തെ നറുക്ക് വീണത് മാൻഡിൽ ശശിക്ക്, 2ാം ഊഴം നെത്തോലി ഷാജിക്ക്, 3ാമൻ ആൻഡോ ആനപ്പാറ, 4ാമത് തിരുടൻ. വട്ടോളിക്ക് 5ാമനായി പോയതിൽ ഒട്ടും തന്നെ നിരാശയുണ്ടായില്ല. 5ാമന് സമയപരിധിയില്ല. മാൻഡിൽ ശശി അരയും തലയും മുറുക്കി തയ്യാറായി. മാൻഡിലിൻ്റെ നെഞ്ചിലൊരു പെടപ്പുണ്ടായിരുന്നു. ധൈര്യം സംഭരിക്കാൻ വേണ്ടി ഒറ്റ ലാർജ് കൂടി ഒഴിച്ച് ഒറ്റപ്പിടുത്തത്തിന് വിഴുങ്ങി. പോയിട്ടു പാടാ. 4 പേരും കൂടി മണവാളനെ ആദ്യ രാത്രിയിൽ മണിയറയിലേക്ക് ഉന്തിത്തള്ളി വിടുന്നതുപോലെ മാൻഡിൽ ശശിയെ പീഡനപർവ്വത്തിലേക്ക് സജ്ജനാക്കി അയച്ചു. 6. 2ാം മൂഴക്കാരനടക്കം 4 പേരും അക്ഷമരായി കാത്തിരിക്കുകയാണ്. മാൻഡിൽ ശശി ഇതുവരെയും ചായ്പുമുറിയിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടില്ല. എന്തിനാ ഇത്രയും നേരം? ആൻഡോ ആനപ്പാറ ആശ്ചര്യപ്പെട്ടു. ലാളിക്കാനും പുന്നാരിക്കാനും ഭാര്യയും കാമുകയും ഒന്നുമല്ലല്ലോ. അവനൊരു മെക്കാനിക്കല്ലേ. ഏതു വണ്ടി കയ്യിൽ കിട്ടിയാലും അവനാകെ മൊത്തം ഒരു ചെക്കപ്പ് നടത്തും. തിരുടൻ സണ്ണി ഒരു കമൻ്റ് വിട്ടു. പിന്നെ അതിൻ്റെ തുടർച്ചയായി ഓരോരുത്തർ വണ്ടി സംബന്ധമായ ചില അശ്ലീല തമാശകൾ പറഞ്ഞു ചിരിച്ചു. നെത്തോലി ഷാജി ഇതിനിടയിൽ ഒരു CD എടുത്തുകൊണ്ടുവന്ന് പ്ലെയറിലിട്ടു. 14 ഇഞ്ചിൻ്റെ പഴയൊരു TVയാണുള്ളത്. അതിൽ വരുന്ന ചിത്രങ്ങളുടെ മീതെ കൂടി മിക്കപ്പോഴും ഒരു വല നെയ്തു പോയിക്കൊണ്ടിരിക്കും. തുണ്ടുപടമ സായിപ്പിൻ്റെ. നമുക്കൊരു ഉഷാറു വേണ്ടേ? കള്ളും പെണ്ണും പിന്നെ ഇവനും നല്ല ചേരുവയാ. സായിപ്പന്മാരും മദാമ്മമാരും പിറന്ന കോലത്തിൽ സ്ക്രീനിലേക്ക് വരുന്നതും കാത്ത് 4 പേരും സ്ക്രീനിലേക്ക് കണ്ണു നട്ടു. TV സ്ക്രീനിന് കുറുകെ ചില വരകൾ മാത്രം വന്നു. ആവർത്തിച്ചുപയോഗിച്ച എല്ലാ പുതുമകളും നഷ്ടപ്പെട്ട് മധ്യവയസ്സിലെത്തിയ നഗരവേശിയെപ്പോലെ ആയിത്തീർന്ന ആ CD നെത്തോലി പുറത്തെടുത്ത് ഉടുമുണ്ടിൽ തുടച്ച് വീണ്ടും ഇട്ടുനോക്കി. CD പ്ലെയറിനുള്ളിൽ ഒരിടത്തും പിടുത്തം കിട്ടാതെ പോറിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഒച്ച മാത്രം തുടരെ കേട്ടു. പൊടുന്നനെ മാൻഡിൽ ശശി രംഗത്ത് അവതരിച്ചു. 8 കണ്ണുകൾ മാൻഡിലിനെ ഒഴിഞ്ഞു. ഷർട്ടിൻ്റെ ബട്ടൺസ് തുറന്നു കിടക്കുകയാണോ? വിയർത്തിട്ടുണ്ടോ? കിതയ്ക്കുന്നുണ്ടോ? ക്ഷീണിതനാണോ? ഉടുമുണ്ട് നേരാമണ്ണമാണോ ഉടുത്തിരിക്കുന്നത്? പീഡനത്തിൻ്റേതായ യാതൊരു ലക്ഷണവുമില്ല. നൈരാശ്യവും പാരവശതയും വേണ്ടുവോളം. എന്തു പറ്റിയടാ? നെത്തോലി നിലവിളിച്ചു. ഒരു രക്ഷയുമില്ല. മാൻഡിൽ വിലപിച്ചു. എന്തു രക്ഷയില്ലെന്നാ? അവൾ സമ്മതിച്ചില്ലേ? നിന്നെ അപമാനിച്ചോ? അതോ ചവിട്ടും തൊഴിയും മാന്തും തന്നോ? കൈയെടുത്ത് തൊഴുതു പിടിച്ച് ഒരേ നിൽപ്പ മരം പോലെ. ഞാൻ കെട്ടിപ്പിടിക്കാൻ നോക്കി. അനക്കമില്ല. തടവി നോക്കി. ശ്വാസം പോലുമില്ല. ചത്തോന്നു നോക്കിയപ്പം ജീവനുണ്ട്. അത്രയുള്ളോ? മണ്ടച്ചാരെ, നിനക്കിത്തിരി ബലം പ്രയോഗിച്ചുകൂടായിരുന്നോ? അതും നോക്കി. പൂക്കിലെ പോലെ വിറയ്ക്കുക. പല്ലു കൂട്ടിത്തല്ലുന്നുണ്ട്. ചേടാ, നിനക്കൊരു മരുങ്ങില്ലാഞ്ഞിട്ടല്ലേ? ആശ്വസിപ്പിച്ചാൽ പോരായിരുന്നോ? സാരമില്ലടി മോളെ. ചക്കരെ, നിനക്ക് ഞാനുണ്ട്. ഒന്നുകൊണ്ടും പേടിക്കേണ്ട എന്നൊക്കെ ചുമ്മാ പറഞ്ഞുകൂടായിരുന്നോ? പഠിച്ച പണി 18 നോക്കി. വാടിയ തൊട്ടാവാടി പോലെ ഒറ്റ നിൽപ്പ. നീ പോ. അല്ലെങ്കിലും നിന്നെക്കൊണ്ട് എന്തിനു കൊള്ളാമടാ മൊണ്ണ. അടുത്ത ആള് പോ. വട്ടോളി ശിവൻ പറഞ്ഞു. നെത്തോലി ഷാജിയാണ് 2ാം മൂഴക്കാരൻ. പെട്ടെന്ന് ഒരു 50 മില്ലി ഗ്ലാസ്സിലൊഴിച്ച് വെള്ളം ചേർക്കാതെ മോന്തിയിട്ട് നെത്തോലി ചായ്പ് മുറിയിലോട്ട് ധൃതി വെച്ച് നടന്നു. നെത്തോലി ഇവനെപ്പോലെയല്ല, നീറ. വട്ടോളി കാണാൻ കളി എന്ന മട്ടിൽ പറഞ്ഞു. മെലിഞ്ഞു നീണ്ട് അല്പം വളഞ്ഞിട്ട് ഒരാൾ രൂപമാണ് നെത്തോലി. കൊഞ്ചു ഷാജി എന്ന് വിളിപ്പേരുണ്ടായിരുന്നു. പിന്നീട് നെത്തോലിയായി. വടിവാൾ, കടാര, സൈക്കിൾ ചെയിൻ, കമ്പിപ്പാര തുടങ്ങിയവയാണ് പണിയായുധങ്ങൾ. വലിയ കൊട്ടേഷനുകളിലെ ചെറിയ മെമ്പറാണെങ്കിലും ചെറിയ കൊട്ടേഷനുകൾ സ്വന്തമായി ഏറ്റെടുക്കാറുമുണ്ട് ഷാജി. 18 കേസുകളിൽ പ്രതിയാണ്. കൊലപാതകത്തിൻ്റെ കൊട്ടേഷനൊഴികെ ഷാജി എന്തും പിടിക്കും. നെത്തോലി പെട്ടെന്ന് തിരിച്ചു വരും. എന്തു കാര്യത്തിനും അവനിത്തിരി നേരം മതി. കുളിക്കാനും കുടിക്കാനും തിന്നാനും എന്തിനും. വട്ടോളി പറഞ്ഞു നിർത്തിയതും നെത്തോലി കണ്ണുനീരൊപ്പിക്കൊണ്ട് സ്കൂൾ കുട്ടിയെപ്പോലെ നടന്നു വന്നു. എന്താടാ നെത്തോലി? 4 ഏകസ്വരത്തിൽ ചോദിച്ചു. എൻ്റെ അമ്മേ, എന്താ കരച്ചില്? ഇതുപോലൊരു കരച്ചിൽ മരണവീട്ടിൽ പോലും ഞാൻ കണ്ടിട്ടില്ല. എടാ നെത്തോലി, പെണ്ണല്ലേ, കരയും, കാല് പിടിക്കും. അവർ കരയുമ്പം നമ്മൾ ആശ്വസിപ്പിക്കണം. നീ ഇങ്ങനൊരു പൊട്ടനായിപ്പോയല്ലോടാ. വട്ടോളി ശകാരിച്ചു. നീ ഒരുത്തൻ്റെ കാല് വെട്ടാൻ പറ, അല്ലെങ്കിൽ കൈ വെട്ടാൻ പറ, മുട്ടുകാല് തല്ലി ഓടിക്കാൻ പറ. എല്ലാം ഞാൻ ചെയ്യാം. ഇതെന്നെക്കൊണ്ട് വയ്യ വട്ടോളി. നമുക്ക് കണ്ടു നിൽക്കാൻ പറ്റത്തില്ല. എന്തൊരു സങ്കടം.
പറയുന്നതിനിടയിലും നെത്തോലി ഷാജി കൈലിയുടെ കോന്തല ഉയർത്തി കണ്ണുനീരൊപ്പി. ഇവനെ നമുക്കറിയത്തില്ലേ? 2 വീശിക്കഴിഞ്ഞ പട്ടി മൂങ്ങുന്ന പോലെ മൂങ്ങും. ആൻഡോ ആനപ്പാറ ചാടി എഴുന്നേറ്റു. എൻ്റെ തോളത്ത് കൈയിട്ട് ചിരിച്ചു കുഴഞ്ഞോണ്ട് വരും അവൾ നിങ്ങളുടെ മുൻപിൽ. ആൻഡോ കൈലി മടക്കി കുത്തി അങ്കത്തട്ടിലേക്ക് പാഞ്ഞു കയറുന്ന ചേകവനെപ്പോലെ ശീഘ്രം ചായ്പ് മുറിയുടെ നേർക്ക് പോയി. ആനയാരാ മോൻ? അയാളുടെ അടുത്ത് ഒരഭ്യാസവും നടക്കത്തില്ല, തിരുടൻ സണ്ണി പറഞ്ഞു. വട്ടോളി ശിവൻ ഒരു വട്ടം കൂടി ഗ്ലാസുകൾ നിറച്ചു. 2 അവന്മാര് ഇരിക്കുന്നത് കണ്ടില്ലേ? ഒരുത്തൻ മൊണ്ണയാണെങ്കിൽ അടുത്തവൻ മോഴ. കുടിയടാ, അതെങ്കിലും നടക്കട്ടെ. നെത്തോലി ഷാജി അത് കേട്ടിട്ടും ഒരു നാണവുമില്ലാതെ ഗ്ലാസ് എടുത്ത് ഒറ്റ വലിക്ക് മദ്യം മോന്തി. ആനയാരാ മോൻ? തിരുടൻ അതുതന്നെ ആവർത്തിച്ചു. ആന കരിമ്പിൻ കാട്ടിൽ കയറിയതുപോലെ തകർക്കും. അടുത്ത പ്രശ്നം വന്നാലും നമ്മൾ ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം, വട്ടോളി പറഞ്ഞു. എന്ത് പ്രശ്നം വരാനാ? തിരുടൻ ചോദിച്ചു. വല്ല പീഡനക്കേസോ മറ്റോ? അതിന് നമ്മളെ ആരെയും അവൾക്കറിയത്തില്ലല്ലോ, പേര് പോലും അറിയാൻ മേല. നമ്മൾ അവളെ കണ്ണുകെട്ടി കിട്ടിയെടുത്ത് തന്നെ കൊണ്ടുവിട്ടാ പോരെ? അവൾ വേണമെങ്കിൽ ട്രെയിനിന് തലവെച്ചോട്ടെ, തിരുടൻ പറഞ്ഞു. ഇതൊന്നും ശരിയല്ലടാ, ശരിയല്ല. നമ്മൾ അവൾക്കൊരു ജീവിതം കൊടുക്കണം, നെത്തോലി ഷാജി സങ്കടത്തോടെ പറഞ്ഞു. ഇതൊക്കെയാടാ ജീവിതം, നമുക്ക് കിട്ടിയതല്ലേ കൊടുക്കാൻ പറ്റത്തുള്ളൂ. വട്ടോളി വലിയ ജ്ഞാനിയെപ്പോലെ ഉരുവിട്ടു. ദേടാ വരുന്നു. മാൻഡിൽ ശശി കൈ ചൂണ്ടി. ആൻഡോ ആനപ്പാറ ഒരു മരണ വീട്ടിൽ നിന്നും ഇറങ്ങി വരും പോലെ ദുഃഖിതനും പരവശനുമായി അവരുടെ ഇടയിലേക്ക് വന്നു. ആനേ, നീയും? വട്ടോളി പൂർത്തിയാക്കിയില്ല. ആൻഡോ ആനപ്പാറ കട്ടിലിലേക്കിരുന്നു. താടിക്ക് കൈയൂന്നി വിഷാദഗ്രസ്തനായി. ഈ ലോകത്ത് നടക്കുന്നതൊന്നും വിശ്വസിക്കാൻ പറ്റാത്ത പോലെ നിഷേധാർത്ഥത്തിൽ തലയങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി. നമ്മളാരും വിചാരിച്ച പോലെയല്ലടാ, അവൾക്കൊരു കഥയുണ്ട്. എന്തോന്ന് കഥ? വട്ടോളിക്ക് ദേഷ്യം വന്നു. ഒരു കഥന. കള്ളക്കഥയായിരിക്കും. അല്ലെന്ന് സത്യം. നിങ്ങളെല്ലാവരും കൂടി എണീറ്റ് വാ, അവൾ തന്നെ പറയും. നിങ്ങൾ കേൾക്കണം, കേൾക്കേണ്ട കഥയാ. ആൻഡോ ആനപ്പാറ അവരുടെ സ്റ്റാഫ് റിപ്പോർട്ടറാണ്, പ്രത്യേക ലേഖകനാണ്. അവരുടെ പത്രാധിപരും ആൻഡോ ആനപ്പാറ തന്നെ. 7. വട്ടോളി എന്നെഴുതിയ ഓട്ടോറിക്ഷ ഗേറ്റിന് മുൻപിൽ വന്നു നിന്നു. വടിവാളും കയ്യിലെടുത്ത് നെത്തോലി ഷാജി ചാടിയിറങ്ങി. പുറകെ മറ്റ് 4 പേരും. നേരം വെളുത്തു വരുന്നതേയുള്ളൂ. പൂട്ടിയിട്ടിരുന്ന ഗേറ്റ് നെത്തോലി ചവിട്ടി തുറക്കാൻ ശ്രമിച്ചു. ഫലിക്കാഞ്ഞ് കമ്പിപ്പാര എടുത്തുകൊണ്ടുവന്ന് അതിൻ്റെ താഴും ചങ്ങലയും അടിച്ചു തകർത്തു. ഗേറ്റ് മലർക്കെ തുറന്നിട്ടു. മുൻപിൽ മനോഹരമായ ഒരു ഇരുനില വീട്. 5 പേരും പരസ്പരം നോക്കി. അവളോട് ഓട്ടോയിൽ തന്നെ ഇരുന്നോളാൻ പറ, വട്ടോളി ശിവൻ ആനപ്പാറയ്ക്ക് നിർദ്ദേശം നൽകി. വീട്ടിനകത്ത് വെളിച്ചമുണ്ടായിരുന്നു, പക്ഷേ മുൻവാതിൽ തുറന്നിട്ടില്ല. ആൻഡോ ആനപ്പാറ ചെന്ന് കോളിംഗ് ബെല്ലടിച്ചു. നൈറ്റിയിട്ട ഒരു സ്ത്രീ വന്ന് വാതിൽ തുറന്നിട്ട് ആൻഡോയെ നോക്കി. ആരാ എന്ന് ചോദിച്ചു. ജെയ്സൺ ഉണ്ടോ ഇവിടെ? ഉണ്ട്. നിങ്ങളാരാ? അവനെയൊന്ന് കാണണം. ആരാന്ന് പറ. ആൻഡോ ആനപ്പാറ. അങ്ങനെ പറഞ്ഞാൽ മതി. അമേരിക്കൻ പ്രസിഡന്റിന് പോലും അറിയാം. ഇതാരാ ഗേറ്റ് തുറന്നത്? സ്ത്രീ പകച്ചു. തുറന്നതല്ല, ഇന്നലെ പൂട്ടാൻ മറന്നതാ, ആൻഡോ പറഞ്ഞു. ഗേറ്റിൽ വേറെയും 4 പേർ നിൽക്കുന്നത് കണ്ട് സ്ത്രീ സംശയത്തിൽ ചോദിച്ചു. പിരിവുകാരാണോ? അല്ല, കൂട്ടുകാരാ. അവനെ വിളിക്ക്. സ്ത്രീ തിരികെ പോയി. കണ്ണും തിരുമ്മിയാണ് യുവകോമളൻ സിറ്റൗട്ടിലേക്ക് വന്നത്. ഉറക്കച്ചടവ് മാറിയിട്ടില്ല. സുഖസുഷുപ്തിയിൽ നിന്ന് വിളിച്ചുണർത്തപ്പെട്ടതിൻ്റെ നീരസമുണ്ട്. ആരാന്നാ പറഞ്ഞത്? ആൻഡോ ആനപ്പാറ. എന്താ കാര്യം? നീയൊരു പെണ്ണുമായിട്ട് പ്രേമത്തിലായിരുന്നോ? അവൻ്റെ മുഖത്തൊരു പരുങ്ങൽ. അത് നിങ്ങൾക്കെങ്ങനെ അറിയാം? അവൾ ഇന്നലെ രാത്രി ട്രെയിനിന് തലവെച്ച് ചത്തു. മരണക്കുറിപ്പെഴുതി വെച്ചിട്ടുണ്ട്. നീയാണ് ഉത്തരവാദി. യുവാവിൻ്റെ മുഖം വെളുത്തു വിളറി. വലിയ കഷ്ടമായിപ്പോയി. പോലീസ് വരും, കേസാകും. നീ ജയിലിൽ കിടക്കേണ്ടി വരും. അതിനേക്കാൾ ഭേദം അവളെ കെട്ടുന്നതല്ലായിരുന്നോ? പക്ഷേ ആയിരുന്നോ? യുവാവിൻ്റെ കണ്ണിലും മുഖത്തുമെല്ലാം ദുഃഖമുണ്ട്. സമ്മതഭാവത്തിൽ അവൻ തലയാട്ടി. ശരിയാ, പക്ഷേ പറഞ്ഞിട്ട് ഫലമില്ലല്ലോന്നായിരിക്കും. ഫലമുണ്ട്. അവളാ ഓട്ടോറിക്ഷയിലിരിപ്പുണ്ട്. നീ കെട്ടാൻ തയ്യാറാണോ? യുവാവിൻ്റെ മുഖഭാവം പെട്ടെന്ന് മാറി. സകല കോപങ്ങളും നീരസവും അമർഷവും കത്തിക്കയറി. നിങ്ങളെന്താ മനുഷ്യനെ കളിയാക്കാൻ ഇറങ്ങിയതാണോ ഈ വെളുപ്പാൻ കാലത്ത്? അവൾ ചത്തുപോയിരുന്നെങ്കിൽ നീ കെട്ടാൻ തയ്യാറാ. ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ വേണ്ട അല്ലേടാ? അപ്പോഴേക്കും മറ്റു കുടുംബാംഗങ്ങളും കൂടി ഇറങ്ങി വന്നു. എന്താ പ്രശ്നം? എന്താ? കണ്ണട വെച്ച കഷ്ണിത്തലയൻ മധ്യവയസ്കൻ ചോദിച്ചു. നിങ്ങളുടെ മകനാണോ ഇത്? അതെ. ഇവൻ 6 കൊല്ലം ഒരു പെണ്ണിനെ പ്രേമിച്ചു.
കത്തുകൊടുത്തു, കരള് കൊടുത്തു, കെട്ടാമെന്ന് വാക്കും കൊടുത്തു. എന്നിട്ട് അവസാനം കൈമലർത്തി. തന്തയ്ക്ക് പിറക്കായികയല്ലേ അത്? ഇറങ്ങിപ്പോടാ ഇവിടുന്ന്. മധ്യവയസ്കനാട്ടി. ആൻഡ്രോ തിരിഞ്ഞ് കണ്ണു കാണിച്ചു. ഗേറ്റിൽ നിന്ന വട്ടോളിയും നെത്തോലിയും തിരുടനും മാൻഡിലും വേഗം പൂമുഖത്തേക്ക് വന്നു. വട്ടോളി കമ്പിപ്പാര പിടിച്ചു, നെത്തോലി വടിവാളും. അരിഞ്ഞു കളയും ഞാൻ. വടിവാൾ വീശിക്കൊണ്ട് നെത്തോലി അലറി ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചു. ആൻഡ്രോ കൈ ചൂണ്ടിക്കാണിച്ചതും വട്ടോളി യുവകോമളിനെ മുറ്റത്തേക്ക് വലിച്ചിറക്കി. വീട്ടിലെ പെണ്ണുങ്ങൾ നിലവിളിച്ച് ബഹളമുണ്ടാക്കി. പോക്കൃത്തരം കാണിച്ചിട്ട് ഞെളിഞ്ഞു നിൽക്കുന്നോടെ നായെ. യുവാവിൻ്റെ കഴുത്തിൽ വടിവാൾ വെച്ചുകൊണ്ട് നെത്തോലി അട്ടഹസിച്ചു. ഒരു പാവം പെണ്ണിനെ പലതും പറഞ്ഞ് പറ്റിച്ചിട്ട് കൊന്നുകളയും നിന്നെ ഞാൻ. കൈയും കാലും വെട്ടി പട്ടിക്കിട്ടുകൊടുക്കും. യുവാവ് ഭയന്നു വിറച്ച് ആശ്രയത്തിനായി 4 പാടും നോക്കി. ആ പെണ്ണിന്നലെ രാത്രി ട്രെയിനിന് തലവെച്ച് ചാകേണ്ടതാ. തലനാരിഴയ്ക്ക രക്ഷപ്പെട്ടത്. അതും ഞാൻ കൃത്യസമയത്ത് കണ്ടിട്ട് വലിച്ചു മാറ്റിയതുകൊണ്ട്. അറിയാമോ നിനക്ക്? വട്ടോളി ശിവൻ യുവാവിൻ്റെ നേർക്ക് ചീറി. അവളെ കെട്ടിയില്ലെങ്കിൽ നിന്നെ തട്ടും മോനെ. 3 തരം. ഞങ്ങൾ 5 പേരും നല്ല ഒന്നാന്തരം ഗുണ്ടകളാ. 18 കേസുണ്ട് എൻ്റെ പേരിൽ. ഇത് 19ാമത്തേതാ. നെത്തോലി വെളിച്ചപ്പാട് കണക്കെ പിറഞ്ഞു തുള്ളി. ബഹളം കേട്ട് അയൽക്കാർ വന്നുകൂടി. വീടിൻ്റെ മുറ്റത്ത് ആൾക്കൂട്ടം കലമ്പി. 2 ചേരികളുണ്ടായി. ഇന്നലെ ആ പെണ്ണിൻ്റെ കല്യാണം നടക്കേണ്ടതാ. ഇവനെ വിശ്വസിച്ച അവള് വീട്ടിൽ നിന്ന് ഇറങ്ങിത്തിരിച്ചത്. അമ്പലത്തിൽ പോവാണെന്നും പറഞ്ഞ്. ഇറങ്ങി വന്നാൽ 2 പേർക്കും കൂടി രജിസ്റ്റർ മാര്യേജ് നടത്താമെന്ന് ഇവൻ വാക്കുകൊടുത്തതാ. 6 കൊല്ലം പ്രേമിച്ചവൻ തന്തയ്ക്ക് പിറക്കാഴിക കാണിക്കുമെന്ന് ആരെങ്കിലും ഓർത്തോ? പക്ഷേ ഈ തെണ്ടി, ഈ ചെറ്റ, നന്ദികെട്ട പട്ടി അവസാന നിമിഷം അവളെ കൈയൊഴിഞ്ഞു. കൊല്ലണ്ടേ ഇവനെ. ആ പെണ്ണ് എവിടെ പോയി ചാകണമെന്നറിയാതെ പകലും മുഴുവൻ ബസ് സ്റ്റാൻഡിലും റെയിൽവേ സ്റ്റേഷനിലുമൊക്കെ അലഞ്ഞു നടന്നു. ഒടുക്കം ട്രെയിനിന് തലവെച്ചു. വട്ടോളി ആൾക്കൂട്ടത്തിനിടയിൽ ചിതറി നടന്നു. അന്യമതത്തിൽപ്പെട്ട ഒരു പെണ്ണിനെ ഈ വീട്ടിൽ കയറ്റാൻ ഞാൻ സമ്മതിക്കില്ല. ജെയ്സന്റെ പിതാവ് കടുത്ത തീരുമാനത്തിൽ ഉറച്ചു നിന്നു. നീ ഇറങ്ങി വാടാ. നിനക്ക് പഠിപ്പില്ലേ? തൊഴിലെടുക്കാനുള്ള ആരോഗ്യമില്ലേ? അവളെ സംരക്ഷിക്കാനുള്ള ത്രാണിയില്ലേടാ നിനക്ക്? ആൻഡ്രോ വെല്ലുവിളിച്ചു. അപ്പൻ മകനെ വിളിച്ച് അടക്കിയ സ്വരത്തിൽ അല്പം സംസാരിച്ചു. അതിനുശേഷം അവൻ തിരിഞ്ഞു നിന്ന് ഐവർ സംഘത്തോടും അയൽക്കാരോടുമായി പറഞ്ഞു, എന്തിനും മടിക്കാത്ത 5 പോക്കരികളുടെ കൂടെ ഒരു രാത്രി മുഴുവൻ കഴിച്ചുകൂട്ടിയ പെണ്ണിനെ എനിക്ക് വേണ്ട. വട്ടോളി ശിവൻ കൈവീശി അവൻ്റെ മുഖമടച്ചു പൊട്ടിച്ചു. അതോടെ ഉന്തും തള്ളും ബഹളവുമായി. ആരോ പോലീസിന് ഫോൺ ചെയ്യാൻ ഓടി. മാൻഡിൽ ശശി വന്ന് വട്ടോളിയോട് പറഞ്ഞു, ഓട്ടോയ്ക്കകത്തിരുന്ന് അവൾ കരയുന്നു. ഇനി മരിച്ചാലും ശരി അവൾക്കവനെ വേണ്ടെന്ന്. ചീറിക്കൊണ്ട് അങ്ങിങ്ങ് നടന്ന നത്തോലി പെട്ടെന്ന് നിശബ്ദനായി വടിവാൾ താഴ്ത്തി. വട്ടോളി ഇതികർത്തവ്യത മൂടനെ പോലെ നിന്നു. 8. വീട്ടുമുറ്റത്തെ പന്തൽ രാത്രി മുഴുവൻ നനഞ്ഞു കുതിർന്നു കിടന്നു. കുറച്ചു ഭാഗങ്ങൾ മാത്രം അഴിച്ചു മാറ്റിയിട്ടുണ്ട്. മരണ വീട്ടിലെന്ന പോലെ ചിലർ അവിടെവിടെ പ്ലാസ്റ്റിക് കസേരകളിലിരുന്ന് കട്ടൻ ചായ കുടിക്കുന്നു. വട്ടോളി എന്നെഴുതിയ ഓട്ടോറിക്ഷ വീട്ടുമുറ്റത്തേക്ക് കയറ്റിയിട്ട് ആൻഡ്രോയും തിരുടനും നെത്തോലിയും മാൻഡിൽ ശശിയും ഇറങ്ങി. അവർ ഗൃഹനാഥനെ തിരക്കി വീട്ടിലേക്ക് കയറി ചെന്നു. കല്യാണത്തിൽ പങ്കുകൊള്ളാൻ ദൂരസ്ഥലങ്ങളിൽ നിന്ന് എത്തിച്ചേരുകയും ഇന്നലെ തിരിച്ചു പോകാൻ കഴിയാതെ വരികയും ചെയ്ത ബന്ധുക്കൾ പെട്ടെന്ന് ഒത്തുകൂടി. എനിക്കിനി അങ്ങനെയൊരു മകളില്ല. ഇന്നലെ ചത്തുപോയി. ഞാൻ അങ്ങനെയാ കണക്കാക്കിയിരിക്കുന്നേ. ദുഃഖവും അപമാനവും താങ്ങാനാവാതെ ഒരു പകലും ഒരു രാത്രിയും കൊണ്ട് തകർന്നുപോയ ഒരച്ഛൻ്റെ മുൻപിൽ വാക്കുകൾ കിട്ടാതെ ആൻഡ്രോ ആനപ്പാറയും മാൻഡിൽ ശശിയും ഇരുന്നു. ഇന്നലെ ഈ പന്തലിലൊരു കല്യാണം നടക്കേണ്ടതാ. ക്ഷണക്കത്തടിച്ചു. കതിർ മണ്ഡപവും സദ്യമൊരുക്കി. വീട്ടുകാരെയും നാട്ടുകാരെയും ക്ഷണിച്ചു വരുത്തി. മുഹൂർത്തത്തിന് നോക്കുമ്പോൾ പെണ്ണില്ല. എൻ്റെ ചങ്കിലൊരു കടാര കുത്തിക്കയറ്റാമായിരുന്നു അവൾക്ക്. അതായിരുന്നു ഭേദം. ജനിപ്പിച്ച തന്തയെ ഓർത്തില്ല, പെറ്റ തള്ളയെ ഓർത്തില്ല, കൂടപ്പിറപ്പുകളുടെ ഭാവി ഓർത്തില്ല. ഇന്നലെ രാത്രി ഞങ്ങളെല്ലാം കൂടി വിഷം കുടിച്ച് ചാകാനിരുന്നതാ. വീട്ടിൽ വേറെ ആൾക്കാരുണ്ടായിരുന്നതുകൊണ്ട് നടന്നില്ല. സ്നേഹിച്ചവനെ വിശ്വസിച്ച് ഇറങ്ങിപ്പോയതാ. 6 വർഷത്തെ പ്രേമം, വാഗ്ദാനം, ഇഷ്ടപ്പെട്ടവൻ്റെ കൂടെ ജീവിക്കാനുള്ള കൊതി. ഇളം പ്രായമല്ലേ, നമ്മളെപ്പോലെ ബുദ്ധിയും വിവേകവും ഉറച്ചിട്ടില്ലല്ലോ. ആൻഡ്രോ ആനപ്പാറ കാരണവന്മാരെ പോലെ സംസാരിച്ചു. 21 വർഷം കാത്തു പരിപാലിച്ചവരെ ചതിക്കാൻ മടിയില്ലാത്തവളോട് 6 വർഷം പല്ലിളിച്ചു കാട്ടിയവൻ ചെയ്തതിൽ ഒരു തെറ്റുമില്ല, അച്ഛൻ പറഞ്ഞു. തെറ്റ് പറ്റിപ്പോയി. അവൾ കാലു പിടിച്ച് കരഞ്ഞ് മാപ്പ് ചോദിക്കും. നമ്മൾ ക്ഷമിക്കണ്ടേ? സ്വന്തം മോളല്ലേ? ഇല്ല, ഞാൻ ക്ഷമിക്കില്ല. അതുപോലെയാ ഞാൻ അവളെ വളർത്തിയത്. എനിക്കിനി അവളെ കാണണ്ട.
ചത്താലും എന്നെ അറിയിക്കുകയും വേണ്ട. ഉറക്കച്ചടവും വേദനയും തിങ്ങിയ നനഞ്ഞ കണ്ണുകളോടെ അച്ഛൻ എഴുന്നേറ്റ് വീട്ടിലെ ഏറ്റവും ഇരുണ്ട മുറിയിലേക്ക് പോയി. ആനപ്പാറ ആൻഡോയും മാൻഡൽ ശശിയും ദുഃഖത്തോടെ മുഖം നോക്കിയിരുന്നു. ബന്ധുക്കളിൽ പലരും, ചില അയൽക്കാരും ഇതിനകം ഓട്ടോറിക്ഷയ്ക്ക് ചുറ്റും വട്ടം കൂടി. അതിനുള്ളിലായിരുന്നു പെൺകുട്ടി. നെത്തോലിയും തിരുടനും വട്ടോളിയും ഓട്ടോയ്ക്ക് പുറത്തിറങ്ങി നിൽക്കുകയായിരുന്നു. കുറെ കഴിഞ്ഞ് മാൻഡൽ ശശിയും ആൻഡോ ആനപ്പാറയും ഓട്ടോറിക്ഷയ്ക്ക് അടുത്തേക്ക് വന്നു. രക്ഷയില്ല, തിരിച്ചു പോകാം, ആൻഡോ തിരുടനോടും നെത്തോലിയോടുമായി പറഞ്ഞു. 9. ചെളി കുഴഞ്ഞ റോഡ്. പെൺകുട്ടിയുടെ വീട്ടിൽ നിന്ന് 100 വാരയോളം റോഡിൻ്റെ അവസ്ഥ ശോചനീയമായിരുന്നു. രാത്രി പെയ്ത മഴയിൽ മൺപാതയിലെ കുഴികളിൽ വെള്ളം കെട്ടിക്കിടന്നു. ഒരിടത്ത് ഓട്ടോറിക്ഷയുടെ ചക്രം ചെളിക്കുഴിയിൽ കിടന്ന് വെറുതെ കറങ്ങി. റോഡരികിലെ വീട്ടിൽ നിന്ന് ഒരു ചെറുപ്പക്കാരൻ ഇറങ്ങി വന്ന് ഓട്ടോയ്ക്ക് മുന്നിൽ കൈ നീട്ടി. ആളുണ്ട്, വേറെ ഓട്ടോ നോക്ക്, വട്ടോളി ശിവൻ പറഞ്ഞു. വേറൊരു കാര്യം പറയാനാ. അവൻ അല്പം മാറി നിന്നു. വട്ടോളിയും ആനപ്പാറയും മാൻഡലും കൂടി ഇറങ്ങിച്ചെന്നു. വീട്ടുകാര് സ്വീകരിച്ചില്ല അല്ലേ? ചെറുപ്പക്കാരൻ ചോദിച്ചു. താനത് ചോദിക്കാനാണോ വണ്ടി നിർത്തിച്ചത്? അവര് വലിയ അഭിമാനികളാ, അതുകൊണ്ടാ, ചെറുപ്പക്കാരൻ സാന്ത്വനം പോലെ പറഞ്ഞു. താനാരാ ഇതൊക്കെ പറയാൻ? വട്ടോളിക്ക് മുഷിഞ്ഞു. ഞാനാ അവളെ കെട്ടാനിരുന്ന കല്യാണ ചെറുക്കൻ. വട്ടോളിയും മാൻഡലും പകച്ച് പരസ്പരം നോക്കി. കുഞ്ഞായിരുന്നപ്പം ഞാൻ അവളെ എടുത്തോണ്ട് നടന്നിട്ടുണ്ട്. എനിക്കെന്ന് 5-6 വയസ്സ് കാണും. ഞങ്ങൾ അയൽക്കാരല്ലേ. ഈ റോഡേ കൂടിയാ അവൾ സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നതും തിരിച്ചു വരുന്നതും. എൻ്റെ വീട് കണ്ടോ? അവൻ മുഖം തിരിച്ചു കാട്ടി. അവർ കണ്ടു. റോഡരികിലൊരു ഇടത്തരം വീട്. എനിക്കവളെ പണ്ടേ ഇഷ്ടമായിരുന്നു. അങ്ങനെ ഞാൻ തന്നെ മുൻകൈയെടുത്ത കല്യാണം ആലോചിച്ചത്. വേണ്ടെന്നൊന്നും അവൾ പറഞ്ഞില്ല. ഒരു വാക്ക് പറഞ്ഞാൽ മതിയായിരുന്നു. ഇന്നലെ ഞാൻ അനുഭവിച്ച വിഷമം വെറുതെ വിഡ്ഢിവേഷം കിട്ടി. പോട്ടെ, സാരമില്ല. അവനോട് ആൻഡോയ്ക്കും വട്ടോളിക്കും മാൻഡലിനും എന്തെന്നില്ലാത്ത സഹതാപം തോന്നി. സംഭവിച്ചു പോയില്ലേ, ഇനിയിപ്പോൾ പറഞ്ഞിട്ടെന്താ കാര്യം? ആൻഡോ സാന്ത്വന രൂപേണ പറഞ്ഞു. ഞാനൊരു കാര്യം പറയാനാ വണ്ടി നിർത്തിച്ചത്. എനിക്കവളെ ഇപ്പോഴും ഇഷ്ടമാ. കല്യാണപ്പന്തൽ അഴിച്ചിട്ടില്ല. അതിഥികൾ കുറവാണെന്നേയുള്ളൂ. ആൻഡോയും വട്ടോളിയും മാൻഡലും അത് വിശ്വസിക്കാനാവാതെ തരിച്ചു നിന്നു. 10. വട്ടോളി നല്ല സ്പീഡിലാണ്. കാറ്റടിച്ച് മാൻഡലിൻ്റെ മുടിയിഴകൾ പാറി. ഈ വട്ടോളി ഒരു ക്രൂരനാ, നെത്തോലി പറഞ്ഞു. മനുഷ്യൻ്റെ കൈയും കാലും വെട്ടുന്ന നീ തന്നെ അത് പറയണമെടാ, വട്ടോളി പറഞ്ഞു. ആ പെണ്ണിൻ്റെ ചെകിട്ടത്ത് നിന്റെ 5 വിരലുമുണ്ട്. എന്തൊരടിയാ അടിച്ചത്. അന്നേരം എനിക്കങ്ങനെ തോന്നിയത്. പിന്നെ തോന്നി വേണ്ടായിരുന്നെന്ന്. അല്ലല്ല, അതൊരെണ്ണം ആവശ്യമായിരുന്നു, തിരുടൻ പറഞ്ഞു. ഇതേതാ സ്ഥലം? അറിയില്ല. നമ്മളെവിടെ പോകുക? ദേ മാൻഡലിരുന്ന് കൂർക്കം വലിക്കുന്നു. നെത്തോലി കൈ ചൂണ്ടി. ആനപ്പാറയ്ക്ക് ചിന്താക്കുഴപ്പം മാറിയില്ല. ഇന്നലെ രാത്രി എന്താ സംഭവിച്ചത്? ഒന്ന് ഓർത്തു നോക്കിക്കേ. ആൻഡോ ഓർക്കാൻ ശ്രമിച്ചു. എടാ, അതെല്ലാം ഒരു സ്വപ്നമല്ലായിരുന്നോ? ആൻഡോയ്ക്ക് അതും സ്വപ്നം പോലെ തോന്നി. അല്ല, അവൾക്ക് എന്നാത്തിൻ്റെ സൂക്കേടായിരുന്നെന്നാ ഞാൻ ആലോചിക്കുന്നേ, വട്ടോളി ആത്മഗതം പോലെ പറഞ്ഞു. അതുപോട്ടെ, നമുക്ക് എന്തിൻ്റെ സൂക്കേടായിരുന്നു? ഉറങ്ങാൻ പറ്റിയോ? ഇല്ല. വല്ലതും നടന്നോ? അതുമില്ല. ഇനി പോയി കിടന്ന് ഉറങ്ങാനല്ലാതെ വല്ലതിനും കൊള്ളാവോ? നെത്തോലിയും ഉറക്കെ ഒരാത്മഗതം നടത്തി. എന്നാലും ഒരു സമാധാനമില്ലേടാ മനസ്സിൽ? വട്ടോളി ചോദിച്ചു. സംഗതി ശരിയാണെന്ന് ആൻഡോ തലകുലുക്കി. നെത്തോലിയുടെ ചുണ്ടിലും ഒരു ചിരി പരന്നു. ഇതുവരെ തോന്നിയിട്ടില്ലാത്ത ഒരു സംതൃപ്തി. തിരുടൻ കോട്ടുവായി ഇട്ടുകൊണ്ട് മാൻഡലിൻ്റെ തോളത്തേക്ക് തല ചായ്ച്ചു. ജീവിതത്തിൻ്റെ പുറമ്പോക്കിൽ വസിക്കുന്നവരുടെ ആകാശത്തേക്ക് വട്ടോളി ഉരുണ്ടുപോയിക്കൊണ്ടിരുന്നു. നോവൽ ഇവിടെ പൂർണ്ണമാവുന്നു.